Thank you, Dr. Dhanesh. Thank you, Dr. Vaidehi. Thank you, Dr. Beatrix. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1614 ദിവസം. ഇന്ന് സൂം മലയാളം സെഷനിൽ നമുക്ക് ഒരു നിത്യ ഡോക്ടറോടൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നിത്യ ഡോക്ടർ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. നമുക്ക് ധാരാളം ക്ലാസ്സുകൾ എപ്പോഴും എടുത്തുകൊണ്ട് ഇരിക്കുന്ന ഡോക്ടറാണ്. നമുക്ക് മെഡിസിനെ കുറിച്ചും ഒരുപാട് കേസുകളെ കുറിച്ചും എല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തുകയും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യ ഡോക്ടറെ IFPHന്റെ പേരിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഓക്കെ മാഡം. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ മാഡം? ക്ലിയർ ആണല്ലോ? കേൾക്കാം, കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്നിപ്പോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് സാധനം എക്സിമയാണ്. ടോപ്പിക് ഇസ് എക്സിമ. അപ്പം എന്തുകൊണ്ട് എക്സിമ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് OP-യിലൊക്കെ ഇരിക്കുന്ന ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കേസസ് കിട്ടുന്നത് എക്സിമയാണ്. കാരണം ചൂട് അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ രൂപത്തിലും പിന്നെ എക്സിമ അഥവാ ഡെർമറ്റൈറ്റിസ്. അപ്പം അത് പല ഇതിലായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും വന്ന് പ്രസന്റ് ചെയ്യുന്നത്. ചൊറിച്ചില്. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ OP-യിൽ എപ്പോഴും നമ്മൾ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറയുമ്പോൾ എക്സിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് നമ്മൾ ട്രൈ ചെയ്യുന്ന സൾഫർ ഗ്രാഫൈറ്റിസ് അല്ലെങ്കിൽ പെട്രോളിയം, ഈ ലെവലിലൊക്കെ നമ്മൾ നിൽക്കുന്ന അല്ലാതെ ഒരുപാട് ഡ്രഗ്സ് നമുക്ക് ഹോമിയോപ്പതിയിൽ ശരിക്കും ഈ ഡെർമറ്റൈറ്റിസിന് യൂസ് ചെയ്യാൻ പറ്റും. ഡെർമറ്റൈറ്റിസിന് മാത്രമല്ല, പെംഫീജിയസിനും ലൂപ്പസ് വൾഗാരിസിനും അതേപോലെ ഇന്റർട്രിഗോയ്ക്കും എല്ലാം ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് ഉണ്ട്. അപ്പം ആ മെഡിസിൻസിന്റെ ഓരോ കാര്യമുണ്ട്. നമ്മൾ ഈ എക്സിമയ്ക്കകത്ത് കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്ന വെച്ചാൽ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്ത്, ഇപ്പം എക്സിമ എന്ന് പറയുമ്പോൾ ജനറൽ ബോഡി ഓഫ് എക്സിമ അങ്ങനെ നമുക്ക് കൊടുക്കാം. റെഡ്നെസ് നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ വീലിംഗ്, അതായത് പൊങ്ങി വരുന്നുണ്ടോ തടിപ്പുണ്ടോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ അതല്ലാതെ നമുക്ക് ഒരു സ്പോട്സുകൾ, അതായത് നമുക്കിപ്പം ബേർഡിൽ വരുന്ന താടിയിൽ വരുന്ന എക്സിമയ്ക്ക് ഏതാണ്, കൺപോളയിൽ വരുന്ന ഏതാണ്, ചെവിയിൽ വരുന്ന ഏതാണ്, ചെവിയുടെ ബാക്കിൽ വരുന്ന എക്സിമ ഏതാണ്, അപ്പം അതിനെല്ലാം നമുക്ക് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ പോയിന്റ് വൈസ് അല്പം സ്ലോലി ഒന്ന് പറഞ്ഞു പോകാം. അപ്പം അത് നമുക്ക് ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് OP-യിൽ മെഡിസിൻ എഴുതാൻ പറ്റും. അപ്പം അതിന്റെ ആ കുറച്ച് ഡ്രഗ്സിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് എക്സിമ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡെർമറ്റൈറ്റിസ് ഈ ഒരു സമയത്ത് കാലാവസ്ഥയിൽ കൂടുതലായിട്ട് വരാൻ കാരണം എന്താണ്? കാരണമൊന്നുമില്ല, ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം നമ്മൾ അധികം കറക്റ്റായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, കുടിക്കുന്നവരല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന കോശങ്ങളെ എഫക്ട് ചെയ്യും. നമുക്കറിയാം എല്ലാ ഡിസീസിലും കോശങ്ങളെയാണ്, ഓരോ സെല്ലിലും ടിഷ്യൂലും അതിനെ എഫക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് വെള്ളം ഈ പറഞ്ഞ കണക്ക് രാത്രി ഫുൾ തണുപ്പ്, പകൽ അങ്ങോട്ട് ചൂട് ചെറുതായിട്ട് തുടങ്ങി വരികയാണ്. അപ്പം നമ്മൾ ആ വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഈ സ്കിന്നിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിൻ എപ്പോഴും നമുക്ക് ബാക്കിയുള്ള ഫോറിൻ ബോഡീസ് ആയാലും അലർജൻസ് ആയാലും ഒന്നും നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കയറാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ട ഒരു പ്രൊട്ടക്റ്റീവ് ഓർഗനാണ് സ്കിന്ന്. അപ്പൊ ആ സ്കിന്നിനകത്ത് വരുന്നൊരു ഡാമേജ് നമ്മൾ നിസ്സാരമാക്കി കളയരുത്. കാരണം ഇന്റേണൽ ഓർഗനിലോട്ട് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് അലാം സൈനാണ് സ്കിന്നിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ അലാം സൈനിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഡയറ്റ്, ഇപ്പൊ കാലാവസ്ഥയുടെ നമ്മൾ വരുന്ന പേഷ്യൻസിനും അത് കൺവേ ചെയ്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കുക, ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ നമ്മുടെ ബോഡിയിലോട്ട് എപ്പോഴും ഒന്ന് വെറ്റായിരിക്കാനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അകത്തോട്ട് ആ ഡിസീസ് പോകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിമയുടെ ബേസ് എന്ന് പറയുന്നത്. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം വാട്ടറിന്റെ രൂപത്തിലും ഓയിലിന്റെ രൂപത്തിലും. അപ്പൊ ഈ ഓയിലിന്റെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഓയിലും കിട്ടിയില്ലെങ്കിൽ മിനിമം കോക്കനട്ട് ഓയിലെങ്കിലും നമ്മൾ ബോഡിയിൽ നമ്മൾ ഡോക്ടേഴ്സ് തന്നെ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആവും, സ്കിന്നിന് ഭയങ്കര വെയർ ആൻഡ് ടെയറും ഡാമേജും വരും.
അപ്പം ഇതാണ് അതിന്റെ ബേസ് എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസിന്റെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഡ്രഗും അത് എവിടുത്തെ ഡെർമറ്റൈറ്റിസിന് എങ്ങനെ അവിടെ കാണുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് പോവാണ്. നമ്മൾ ജസ്റ്റ് എന്താ പറയുന്നത്, വേഗമായിട്ടല്ല, ഹിറ്റ് ദ പോയിന്റിലൂടെ ഒന്ന് പറയാണ്. അപ്പം ഇച്ചിരി സ്ലോ ആയിട്ട് പോകാം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ എക്സിമയ്ക്കകത്ത് നമുക്ക് ഫസ്റ്റ് മെഡിസിൻ അർട്ടിക്ക യൂറൻസ്. അപ്പം അർട്ടിക്ക യൂറൻസ് പറയുമ്പോഴത്തേക്ക് അതായത് എവിടെയുള്ള എക്സിമയാണ്, ഏത് പാർട്ടിൽ എക്സിമയ്ക്കാണ് ഈ പറയുന്ന ഓരോ ഡ്രഗിനും ഓരോ പാർട്ട് എക്സിമയാണ്. അപ്പൊ ഹാൻഡ്സിൽ വരുന്ന എക്സിമയ്ക്കകത്താണ് അർട്ടിക്ക യൂറൻസ് കൂടുതൽ ആപ്ലിക്കബിൾ. കയ്യിൽ വരുന്ന ഓൺ ഹാൻഡ്സ്, കയ്യിൽ വന്നിട്ട് അതിനുള്ള ഒരു കൺകോമിറ്റന്റ് സിംറ്റം എന്തായിരിക്കും? ബേണിംഗ് സെൻസേഷൻ. എന്തുകൊണ്ട് ഈ ബേണിംഗ് സെൻസേഷൻ വരുന്നത്? ബേണിംഗ് സെൻസേഷന്റെ സയൻസ് എന്ന് പറയുന്നത് ഓക്സിജൻ ഫ്ലോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ബേണിംഗ് സെൻസേഷൻ ഓൺ ദ ഹാൻഡ്സിൽ വരുന്ന എക്സിമ പ്ലസ് ബേണിംഗ് സെൻസേഷൻ ആണെങ്കിൽ തിങ്ക് ഓഫ് ദ അർട്ടിക്ക യൂറൻസ്. അത്രയും നമുക്ക് കിട്ടുന്നുള്ള സിംറ്റം, നമുക്ക് വേഗമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അർട്ടിക്ക യൂറൻസ്. ഇനി അടുത്തൊരു കേസ് പറഞ്ഞാല് നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് സ്കിന്നിലോട്ട് പോകുമ്പോൾ എപ്പോഴും നമുക്ക് കൂടുതൽ ആപ്ലിക്കബിൾ മിയാസ്മാറ്റിക് റെമഡി, ക്രോണിക് നമുക്ക് മിയാസ്മാറ്റിക് റെമഡി അല്ലെങ്കിൽ പോളിക്രസ്റ്റ് റെമഡീസ് ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷനെക്കാട്ടി നല്ലത് കൊടുക്കണം. അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ അപ്പൊ നമുക്ക് സിംറ്റം ബേസിസിൽ കൊടുക്കാം. അതർ ദാൻ ദാറ്റ് ആ പേഷ്യന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡ്രഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. അത് ഒന്ന് കൊടുത്തതിന് ശേഷം ഇന്റർകറന്റ് ആയിട്ട് കൊടുത്താലും മതി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്യൂബർകുലിനമാണ്. ട്യൂബർകുലിനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ക്രോണിക് എക്സിമ. ക്രോണിക് എക്സിമ ഏതെങ്കിലും ഒരു പാർട്ടിലല്ല, ഹോൾ ബോഡിയിൽ ഡെർമറ്റൈറ്റിസ് അനുഭവപ്പെടുകയാണ്. ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് വരുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ഇച്ചിങ്, നമ്പർ 1 ഇച്ചിങ്. നമ്പർ 2 എന്തൊക്കെയായിരിക്കും? റാഷ്, റെഡ്നസോ പിഗ്മെന്റേഷനോ ഒക്കെ വരാം. വീലിംഗ്, സ്കിൻ പൊങ്ങി വരാം. ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ എക്സിമ എന്ന് പറഞ്ഞ ഒരു പേര് പറയുന്നത്. അപ്പം ട്യൂബർകുലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രോണിക് എക്സിമയാണ്, ഹോൾ ബോഡി. ഇച്ചിങ് ആണ് അതിന്റെ പ്രത്യേകത. ചില പേഷ്യൻസ് ഇങ്ങനെ തന്നെ വന്ന് പറയും, ഡോക്ടർ പകലൊന്നും കുഴപ്പമില്ല, രാത്രിയാണ് പ്രശ്നം. സോ ദാറ്റ്സ് ട്യൂബർകുലിനം. നൈറ്റ് അഗ്രവേഷനും പിന്നെന്താണ്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ അപ്പം ഈ പറഞ്ഞ കണക്ക് ക്രോണിക് എക്സിമ, ഹോൾ ബോഡി എഫക്ട്, ഒരു പോയിന്റ് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലായിടത്തും ഇവർ പറയാണ് കംപ്ലൈന്റ്. അങ്ങനെയാണ്. പ്ലസ് നൈറ്റ് അഗ്രവേഷൻ ആണെങ്കിൽ തിങ്ക് ഓഫ് ട്യൂബർകുലിനം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ട്യൂബർകുലിനം ആ ബോഡി, ആ ആളിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നോക്കിയിട്ട് ഇടയ്ക്ക് ഒരു ട്യൂബർകുലിൻ ഇന്റർകറന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് പെട്ടെന്ന് ആക്ട് ചെയ്യും. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് പിന്നെ തൂജയാണ്. തൂജയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? അത് അക്യൂട്ട് എക്സിമ ഓഫ് സൈക്കോട്ടിക് പേഷ്യൻസ്. നമുക്ക് സൈക്കോട്ടിക് സിംറ്റംസ് കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പേഷ്യന്റ് അക്യൂട്ട് എക്സിമ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മൾ ആ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നു, ഡോക്ടറെ എനിക്ക് ആസ്മ വന്നിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നിരുന്നു, ഞാനൊരു അലോപ്പതി മെഡിസിൻ എടുത്തു കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ച, അതിനുശേഷമാണ് എനിക്ക് ശ്വാസമുട്ട ഉണ്ടായിരുന്നു, പക്ഷെ കുറഞ്ഞു, പക്ഷെ ഇപ്പൊ എനിക്കത് ബോഡിയിലോട്ട് വന്നു, ചൊറിച്ചിലായിട്ട് വരുന്നുണ്ട്. ഇത് എഫക്ട് ആഫ്റ്റർ വാക്സിനേഷൻ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന എക്സിമയ്ക്ക് തിങ്ക് ഓഫ് ദിസ് തൂജ. നെക്സ്റ്റ് പിന്നെന്തൊക്കെയാണ്? ഈ തൂജയുടെ ഇറപ്ഷൻ ഒരു പ്രത്യേകത വെച്ചാൽ ഇറപ്ഷൻ ഒൺലി ഓൺ കവേർഡ് പാർട്സ്. പുറത്തുള്ള ഭാഗത്ത് നോക്കുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സൈക്കോട്ടിക് സിംറ്റംസ് പ്രോമിനന്റ് ആയിട്ടുണ്ട്. ഇറപ്ഷൻ ഒൺലി ഓൺ ദ കവേർഡ് പാർട്സിൽ മാത്രമാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് തൂജ. ഓക്കെ. ദെൻ അടുത്തൊരു പ്രത്യേകത വെച്ചാൽ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ടച്ച് ആണ്. എന്ന് വെച്ചാൽ ഒരു തുണി തട്ടിയാൽ തന്നെ ചൊറിയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ബോഡി തട്ടി അപ്പോഴേ ചൊറിച്ചിലും കിളക്കും. അത്രയും സെൻസിറ്റിവിറ്റി ആ സ്കിന്നിന് ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് തൂജ. കാരണം എന്തുകൊണ്ടാണ്? സൈക്കോട്ടിക് ഡ്രഗ് ആയതുകൊണ്ടാണ് അത്രയും സെൻസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ഡ്രഗ് വെച്ചാൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്, എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അതിന്റെ ആ ഡ്രഗിന്റെ അല്ലെങ്കിൽ ആ മെഡിസിന്റെ പിന്നെ എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ അതിന്റെ സ്പോട്ടിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഡ്രൈ ടഫ് സ്കിൻ. നമുക്കറിയാം ഡ്രൈ സ്കിൻ, നമ്മൾ എക്സിമ എന്ന് പറഞ്ഞതിനകത്ത് വീപ്പിംഗ് എക്സിമ ഉണ്ട്, ഡ്രൈ എക്സിമ ഉണ്ട്, മോയിസ്റ്റ് എക്സിമ ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അവരുടെ എക്സിമ പറയുമ്പോൾ ലുക്ക് അറ്റ് ദ പോയിന്റ് വെദർ ഇറ്റ്സ് ഡ്രൈ എക്സിമ ഓർ വെദർ ഇറ്റ്സ് വീപ്പിംഗ് എക്സിമ ഓർ ഇറ്റ് ഇസ് എ മോയിസ്റ്റ് എക്സിമ ആണോ നോക്കണം. നമ്മുടെ ഹോമിയോപ്പതി ഡ്രഗ്സിനുള്ള പ്രത്യേകത അതാണ്. ഈ എക്സിമ എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ അടിയിൽ എന്തൊക്കെ സിംറ്റംസ് പറഞ്ഞിട്ടുണ്ടോ ആ സിംറ്റംസിലെല്ലാം ഡ്രഗ് മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. ഓക്കെ. അപ്പോൾ ഡ്രൈ സ്കിൻ ആയിരിക്കും,
മച്ച് ഇച്ചിങ്, നല്ല ചൊറിച്ചിൽ. അത് രണ്ടും കോമൺ സിംറ്റം ആണ് ഡെർമറ്റൈറ്റിസിന്റെ. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പോട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ലൊക്കേഷൻ ആണ്. എവിടെയാണ് ലൊക്കേഷൻ സാധാരണ വരുന്നത്? ഓൺ ബെൻസ് ഓഫ് ജോയിന്റ്സ്. ബെൻസ് ഓഫ് ജോയിന്റ്സും ഹെയറി പാർട്സും. ഈ ബെൻസ് ഓഫ് ജോയിന്റ്സിലും ഹെയറി പാർട്സിലും വരുന്ന വേറൊരു മെഡിസിൻ ആണ് നാട്രമൂർ. അതേപോലെ തന്നെ എഫക്റ്റീവ് ആണ്. പക്ഷെ ഹെയറി പാർട്സ് കൂടുതലും പ്രൊജക്ട് ചെയ്തിരിക്കുന്ന നാട്രമൂറിനാണ്. സൾഫറിനും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന മെഡിസിൻ സൾഫർ ആണ്. അതായത് ഡ്രൈ സ്കിൻ ആയിരിക്കും, ഇന്റൻസ് ആയിട്ടുള്ള ഇച്ചിങ് കാണും, ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. പിന്നെന്താണ്, ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫോൾസ് ഓഫ് സ്കിൻ. എവിടെയൊക്കെ സ്കിന്നിൽ മടക്കുകൾ ഉണ്ടോ അവിടെയൊക്കെ ഇറപ്ഷൻസ് വരും. ഹെയറി പാർട്സിൽ വരുന്നുണ്ട്. ദെൻ പ്രൂറിറ്റസ് വേഴ്സ്റ്റ് ബാത്തിങ്. ഈ പ്രൂറിറ്റസ് വേഴ്സ് ബാത്തിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ്. കുളിച്ചു കഴിയുമ്പോൾ ഇത് കൊണ്ട് ഇളവുമാണ്. സോ ദാറ്റ്സ് പ്രൂറിറ്റസ്. ദെൻ ബാഡ് ഓർഡർ ഫ്രം ദ ബോഡി. ദേഹത്തുനിന്ന് വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ഓർഡർ വന്നുകൊണ്ടിരിക്കുക. എക്സിമ കോസ്ഡ് ബൈ യൂസ് ഓഫ് ഹെയർ ഡൈസ്. ചില ആൾക്കാർക്ക് കാണുമ്പോൾ ഡൈ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചൊറിച്ചിലുള്ളവും. അപ്പൊ അതിന് സ്പെസിഫിക് റെമഡിയാണ് സൾഫർ. സൾഫർ സൂപ്പർ ആയിട്ട് അതിന് ആക്ട് ചെയ്യും. നെക്സ്റ്റ്, അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് അതായത് എക്സിമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം എക്സിമ വന്നു, അത് വന്നിട്ട് പോയിട്ട് കുറച്ച് നാളില്ല, വീണ്ടും വരും. വീണ്ടും മെഡിസിൻ എടുക്കുന്നു, വീണ്ടും പോയി, വീണ്ടും വരും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറെ പ്രാവശ്യം എക്സിമ റിപ്പീറ്റഡ് ആയിട്ട് ഹീലിംഗ് ചെയ്യുന്നു, വീണ്ടും വരുന്നു, ഹീലിംഗ് ചെയ്യുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ ആയിട്ട് പേഷ്യന്റ് എന്ത് ചെയ്യുക? ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ചെയ്തോണ്ടിരിക്കുക. എന്തിനാ സ്ക്രാച്ച് ചെയ്യുന്നത്? സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ പുള്ളിക്ക് ശരിക്കും ഒരു ചെയ്യുന്ന ആളിന് ഒരു പ്ലഷർ കിട്ടുന്നുണ്ട്, നല്ലൊരു സുഖം കിട്ടുകയാണ് ചൊറിയുമ്പോൾ. അതുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അത്ര ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പിസോഡ്സ് ആയിട്ട് എക്സിമ വരുന്നുണ്ട്, ഹീൽ ചെയ്യുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട്. അതിന് ഇൻഡിക്കേറ്റഡ് റെമഡി എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോസിൻ ആണ്. ഓക്കെ, സ്ട്രെപ്റ്റോകോസിൻ ആണ് എന്റെ ഡ്രഗ് മെഡിസിൻ. സോ ഇത്രയാണ് ഈ നമ്മുടെ ഓരോരോ ഡ്രഗിന്റെ ആ സ്പെസിഫിക് പോയിന്റ്സും. അത് വെച്ച് നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ പേഷ്യന്റ് നമുക്ക് മെഡിസിൻ എഴുതാൻ പറ്റും. നെക്സ്റ്റ്, അടുത്തതെന്ന് പറഞ്ഞാല് ഇനി ലൊക്കേഷൻ നമുക്ക് കിട്ടാറുള്ള 2 സ്ഥലങ്ങളാണ്. ഒന്ന് ബേർഡ്, നമ്മുടെ താടിയിൽ വരുന്ന എക്സിമ, ചെവിയിൽ വരുന്ന എക്സിമ, ഇയറും ബേർഡും വരുന്ന എക്സിമ കാണും. പിന്നെ ആ എക്സിമയുടെ പ്രത്യേകത എന്താണ്? തിക്കായിട്ടുള്ള സ്കെയിൽസ് ആണ്. സ്കെയിൽസ് ഇങ്ങനെ നമുക്ക് ഈ മീന്റെ ഒക്കെ പോലെ ചെതുമ്പല് പോലെ ഇങ്ങനെ പൊഴിഞ്ഞു സ്കെയിൽസ് വരുന്നുണ്ട്. എന്താണ്, നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു സ്ഥലം ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം ചൊറിയാൻ തോന്നും. അത് കഴിഞ്ഞ് അടുത്ത ഇങ്ങനെ ലൊക്കേഷൻ മാറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ ഡ്രഗ് ഈസ് സ്റ്റാഫിസാഗ്രിയ. നെക്സ്റ്റ്, ഇനി നമുക്ക് ഒരു എക്സിമ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വേറെ ഒരു സിംറ്റവും കിട്ടുന്നില്ല. നമ്മൾ ബേണിംഗ് ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റെഡ്നെസ് ഉണ്ടോ? ഇല്ല. വീലിംഗ് ഉണ്ടോ? ഇല്ല. ഇതൊന്നും കാണുന്നില്ല. പേഷ്യന്റ് ആകപ്പാടെ പറയുന്നത് എനിക്ക് ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് ചൊറിച്ചിലുണ്ട്, വേറെ ഒരു സിംറ്റവും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ് സ്കൂക്കം ചക്ക്. സ്കൂക്കം ചക്ക് എന്ന് പറയുന്നത് നമുക്ക് ആ സിംറ്റത്തിനെ ഇത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് കൺകോമിറ്റന്റ് സിംറ്റംസ് കിട്ടും, കേസ് ഒന്ന് ഓപ്പൺ ആയി കിട്ടും. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗാണ് സ്കൂക്കം ചക്ക്. നെക്സ്റ്റ്, അടുത്തൊരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഈ മെഡിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലയിലാണ് ആക്ഷൻ. ഇപ്പൊ നമ്മൾ ബേർഡിൽ പറഞ്ഞു, സ്കിന്നിൽ പറഞ്ഞു, അതേപോലെ ലൊക്കേഷൻ മാറുന്ന അടുത്തൊരു ഇതാണ് തലയില്. അത് ഹെഡിൽ ഉണ്ടാകുന്ന എക്സിമ. എവിടെയാണ്? ഹെഡിൽ എവിടെ ഉണ്ടെന്ന്? മാർജിൻസിലാണോ? അല്ല, മുടിയുടെ അടിയിലോട്ടാണ്, മുടിക്ക് അകത്തോട്ട് കയറി എക്സിമ വരികയാണ്. പിന്നെ ഹെയറി പാർട്ട് ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതലായിട്ടും മുടിയുടെ അകത്തോട്ടാണ്. എന്നിട്ട് നല്ല ഇച്ചിങ് ഉണ്ട്. നമ്മൾ ആ മുടി ഒന്ന് മാറ്റി കാണിക്കാൻ പറയുമ്പോഴേക്കും എന്താണ്? ലെതർ ലൈക്ക് ക്രസ്റ്റ് ഫോം ചെയ്തിരിക്കുകയാണ്, പുറ്റു പോലെ ഫോം ചെയ്തിരിപ്പുണ്ട്. അപ്പൊ അതിങ്ങനെ ഈ പുറ്റ് സാധനം വന്നിട്ട് എന്താ, ഈ മുടി എല്ലാം കൂടെ ഒട്ടിയിരിക്കും, ഗ്ലൂഡ് ടുഗദർ. ഹെയർ ഗ്ലൂഡ് ടുഗദർ ആണ്, ലെതർ ലൈക്ക് ക്രസ്റ്റ് ഉണ്ട്. പിന്നെ മുടിയുടെ നമ്മുടെ ലംബ് ഓഫ് ഹെയറിന്റെ അടിയിലോട്ടാണ് ഇത് വരുന്നത്. ഗ്ലൂഡ് ടുഗദർ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഡ്രഗാണ് മിസീറിയം. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകം വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫറിന് ബാഡ് ഓർഡർ എന്ന് പറഞ്ഞ പോലെ ഈ മുടിയുടെ നാറ്റം അകത്തേക്ക് കയറുമ്പോൾ ചില പേഷ്യൻസ് അങ്ങനെ തന്നെ വന്ന് പറയും, നമ്മൾ മുടിയുടെ നാറ്റം അങ്ങനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആ നാറ്റം തലയിലെ നാറ്റം അത്രയും ബാഡ് ഓർഡർ തലേന്ന് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറപ്ഷൻ. ഇറപ്ഷൻ എന്ത് ചെയ്യും? ഈ ഇങ്ങനെ ഫോം ചെയ്ത് വെച്ചിട്ട് പേഷ്യന്റ് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ചൊറിഞ്ഞ് അത് അൾസറേഷൻ പോലെ ആയിട്ട് തലയുടെ അടിയിൽ, സ്കാൽപ്പിന്റെ അടിയിൽ ഫോം ചെയ്ത് ക്രസ്റ്റും ഫോം ചെയ്ത് ഗ്ലൂഡ് ടുഗദർ ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മിസീറിയം.
മിസീറിയത്തിനകത്ത് ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ തലയിൽ തന്നെ ഇറപ്ഷൻ വരുന്ന ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ ആ ഡിസ്ചാർജ് ഗ്ലൂയി എന്ന് വെച്ചാൽ ഒരു ഊസിങ് ആയിട്ടുള്ള ഒരു ഗ്ലൂയി ഡിസ്ചാർജ് തലയിൽ നിന്ന് ഊസ് ചെയ്ത് വരുന്നുണ്ട്. ഒഫൻസീവ് സ്മെല്ലാണ്, ക്രസ്റ്റ് ഫോർമേഷൻ ഉണ്ട്, ബൾക്ക് ഓഫ് ഹെയറിന്റെ അടിയിലാണ് കയറി വരുന്നതെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മിസീറിയം. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറഞ്ഞാല് അതായത് മാർജിൻ, നേരത്തെ പറഞ്ഞ സൾഫറിന്റെ കാര്യം പറഞ്ഞതുപോലെ മാർജിൻസ് ഓഫ് ഹെയറിൽ സൂപ്പർ ആക്ഷൻ ഉള്ള ഡ്രഗാണ്. എസ്പെഷ്യലി ചില കുട്ടികൾ വന്ന് പറയും മുടിയുടെ ബാക്കിൽ ആ മുടിയുടെ അടിഭാഗത്തായിട്ട് ഇറപ്ഷൻ ചൊറിച്ചിലുണ്ട് എന്ന് പറയുന്നു, അല്ലെ മുടിയുടെ മാർജിൻസിൽ ഇറപ്ഷൻസ്, ഇച്ചിങ് ഇറപ്ഷൻസ് ഉണ്ടെങ്കിൽ പ്ലസ് എക്സിമ ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ ബാക്കിൽ, അപ്പൊ മുടിയുടെ മാർജിൻസിൽ, മുടിയുടെ അടിയിൽ, ചെവിയുടെ ബാക്കിൽ, ഇയേഴ്സിന്റെ ബാക്കിലായിട്ട് ഇറപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, ഡെർമറ്റൈറ്റിസ് വന്നിട്ട് എക്സിമയുടെ കൂടെ തന്നെ നമ്മൾ കാണുന്ന വെച്ചാൽ തിക്ക് സ്കെയിൽസ്. ഈ സ്കെയിൽസും ഭയങ്കര ഇൻഡിക്കേഷൻ ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ബേർഡ്, അതായത് താടിയിൽ വരുന്ന സ്കെയിൽസ്, തിക്ക് സ്കെയിൽസ് വരുന്ന ഒരു ഡ്രഗാണ് സ്റ്റാഫിസെഗ്രിയ. അതേപോലെ തന്നെ തിക്ക് സ്കെയിൽസ് ആണെങ്കിൽ തിങ്ക് ഓഫ് ദിസ് നാട്രമൂർ. ആ സ്കെയിൽസിന്റെ പ്രത്യേകത നമുക്ക് ഇതിനകത്ത് ഇപ്പൊ പോയിന്റ് ഔട്ട് ചെയ്യാൻ, എല്ലാവർക്കും കോമൺ ആയിട്ട് കുറെ ഡെർമറ്റൈറ്റിസിന്റെ കുറെ കോമൺ സിംറ്റം ഉണ്ട്. പക്ഷെ ആ സിംറ്റം വെച്ച് നമ്മൾ കൊടുത്ത ഡെർമറ്റൈറ്റിസ് ഹീൽ ആകത്തില്ല. കാരണം പിന്നെ ഇപ്പൊ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നതിന്റെ ആ ഹെഡിങ്ങിന്റെ അടിയിൽ ഒരു 4-5 സിംറ്റം വരുന്നുണ്ട്. അത് കോമൺ സിംറ്റം ആണ്. അത് ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ ചെയ്താൽ ശരിയാകത്തില്ല. പിന്നെന്താണ്, നമുക്ക് അൺകോമൺ പെക്കൂലിയർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ അത് പേഷ്യന്റ് വായിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അത് വെച്ച് വിതിൻ സെക്കൻഡ്സ് നമുക്ക് മെഡിസിൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ നെക്സ്റ്റ് പൊസിഷൻ പറഞ്ഞത് ചെവിയുടെ ബാക്കിൽ വരുന്ന ഇറപ്ഷൻസ്, പിന്നെ അതേപോലെ ഇറപ്ഷൻസ് ഓൺ ദ മാർജിൻസ് ഓഫ് ഹെയർ ആൻഡ് ബിഹൈൻഡ് ദ ഇയേഴ്സ്. പിന്നെ എവിടെയൊക്കെയാ വരുന്നത്, ഹെയർ ഫോളിക്കിൾസിന്റെ അവിടെ ഈ പറഞ്ഞ കണക്ക് ഇച്ചിങ് ഇറപ്ഷൻസ് വരികയാണ്. ദെൻ ഈ പറഞ്ഞ കേസും ദർ ഇസ് ഊസിങ് ഓഫ് പസ് ആണ് അതിൽ കൂടെ ഡിസ്ചാർജ് ആയിട്ട് വരുന്നതെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് നാട്രമൂർ. സ്പീഡ് കൂടുന്നില്ലല്ലോ മാഡം? ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്കിപ്പം ചില കേസ്, ഇപ്പൊ ഞാൻ ഇത്രയും ഹെയർ സിംറ്റംസ് കുറെ പറഞ്ഞു. ഇപ്പൊ മിസീറിയത്തിന്റെ ഹെയർ സിംറ്റം പറഞ്ഞ ലെതർ പോലെ ഫോം ചെയ്തു, അതിന്റെ അടിയിൽ പുറ്റ് ഫോം ചെയ്തിട്ട് അതിന്റെ അടിയിൽ ഊസി ഗ്ലൂയി ആയിട്ട് മുടിയൊക്കെ ഒട്ടിപ്പിടിക്കുന്നു, അതൊക്കെ നമ്മൾ മിസീറിയം പറഞ്ഞു. ഇപ്പൊ നേരത്തെ നമ്മൾ നാട്രമൂർ പറഞ്ഞു. നാട്രമൂറിനകത്ത് നല്ല സ്കെയിൽസ് ഫോം ചെയ്യുന്നു, ഫോളിക്കിൾസിന് അവിടെ ഭയങ്കര ചൊറിച്ചില്, ഇതിനൊക്കെ നമുക്ക് നാട്രമൂർ കൊടുക്കാം. ഇനിയും നമുക്ക് സ്കാൽപ്പിനകത്ത് ഇറപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു സിംറ്റവും കിട്ടുന്നില്ല. നമുക്ക് പേഷ്യന്റിന് ഒരു സിംറ്റവും കിട്ടുന്നില്ല. ഓൺലി പേഷ്യന്റ് സെയിങ് ദാറ്റ് എന്റെ തലമുടിക്ക് ഇങ്ങനെ എന്താണ് ചൊറിച്ചിലുണ്ട്, എക്സിമ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ദ മെഡിസിൻ ഇസ് ഒലിയാൻഡർ ആണ് അതിന്റെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് എക്സിമ ഓഫ് ദ നെക്ക്, കഴുത്തിൽ വരുന്ന എക്സിമ. അത് കഴുത്തിൽ വരുന്ന എക്സിമയ്ക്കൊക്കെ ഓരോ ഇത് നമുക്ക് അത്രയും ശ്രദ്ധിച്ച് നോക്കിയാലേ ആ ഡ്രഗ് കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിമ ഓഫ് ദ നെക്ക് കൊടുക്കാൻ പറ്റും. ഓൺ സ്ക്രാച്ചിങ് നമ്മൾ എന്ത് ചെയ്യും, ആ ചൊറിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു ലിക്വിഡ് പോലത്തെ ഒരു ഫ്ലൂയിഡ് അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ലിക്വിഡ് പോലത്തെ ഫ്ലൂയിഡ് വരുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് സ്റ്റിക്കി, അത് ഒട്ടുന്നില്ല. അങ്ങനെ ടൈപ്പ് ഓഫ് വാട്ടറി ഡിസ്ചാർജ് ആണ്, ബിഹൈൻഡ് ദ നെക്ക് ആണ്. സമ്മർ സമയത്താണ് ഇത് കൂടുതലായിട്ട് ആ സിംറ്റം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എങ്കിൽ ദ മെഡിസിൻ ഈസ് പെട്രോളിയം. പക്ഷെ ഇത് എങ്ങനെ ഇത് വരുന്നത് വെച്ചാൽ, ഈ സമ്മർ ആകുമ്പോഴത്തേക്ക്, സമ്മർ സമയത്തല്ല, സമ്മർ ആകുമ്പം ഇത് കുറയും, പക്ഷെ വിന്റർ ആകുമ്പോൾ വീണ്ടും ഇളവും. അങ്ങനെയാണ് പെട്രോളിയത്തിന്റെ പ്രത്യേകത. സമ്മർ സമയത്ത് വരുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയി. സമ്മർ സമയത്ത് ഈ സിംറ്റം ഡിസപ്പിയർ ചെയ്യും, ചൂടാകുമ്പോൾ ഇത് പോയിട്ട് എപ്പോഴാ വിന്റർ ആകുമ്പോൾ വീണ്ടും അപ്പിയർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് പെട്രോളിയം. അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെക്കായിരിക്കും. ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോട്ട് സ്റ്റിക്കിയോ പസോ ഒന്നുമല്ല, ഇറ്റ്സ് എ ഫ്ലൂയിഡ് ലൈക്ക് ഡിസ്ചാർജ്, വെള്ളം പോലത്തെ ഡിസ്ചാർജ് ആണ്, സ്റ്റിക്കി അല്ല. പിന്നെന്താണ്, നെക്കിന്റെ ബാക്കിൽ വരുന്നത് സമ്മർ സമയത്ത് ഡിസപ്പിയർ ചെയ്യുന്നു, വിന്റർ സമയത്ത് വീണ്ടും ഇത് റീഅപ്പിയർ ചെയ്യുന്നു. പിന്നെ ഈ എക്സിമ ഈ പറഞ്ഞ കണക്ക് നെക്കിന്റെ ബാക്കിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് എഫക്റ്റീവ് ആക്ഷൻ ഈ പെട്രോളിയത്തിന് കിട്ടും. എവിടെയാന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ ബാക്കിലും നല്ല ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ് പെട്രോളിയം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് ഈ പറഞ്ഞ കണക്ക്
ഈ എക്സിമയ്ക്ക് നമുക്ക് അതർ ദാൻ മെഡിസിൻസ് എന്തൊക്കെ കൊടുക്കാം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിൽ ഭയങ്കര നല്ലതാണ്. കോക്കനട്ട് ഓയിൽ ഡീഹൈഡ്രേഷനെ ഭയങ്കരമായിട്ട് വലിക്കും. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നത് നല്ലതാണ്, അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതർ ദാൻ ദാറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ കിട്ടുന്ന ഒരു ടിഞ്ചറാണ്. പക്ഷെ നമ്മൾ അധികം കൊടുത്ത് ചില പഴയ ഡോക്ടേഴ്സിനൊക്കെ അത് അറിയത്തുള്ളൂ. ക്യാപ്സിക്കൻ ടിഞ്ചർ, ഈ ക്യാപ്സിക്കൻ ടിഞ്ചർ കിട്ടാൻ പാടാം. പക്ഷെ ക്യാപ്സിക്കൻ ടിഞ്ചർ ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സിമാറ്റസ് ഇറപ്ഷൻസിനും നമ്മൾ വെറുതെ വെളിച്ചെണ്ണയ്ക്കകത്തോ ഒരു 3-4 തുള്ളി ചേർത്തിട്ട് ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ വാസലിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇടാൻ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ക്യാപ്സിക്കൻ ടിഞ്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് എക്സിമ ഇയേഴ്സ്, ചെവിയിലും ചുണ്ടിലും ആക്ഷൻ ഉള്ള ഡ്രഗാണ് ഫോസ്ഫറസ്. ചെവിയിലും ചുണ്ടിലും എക്സിമ ജസ്റ്റ് ഇച്ചിങ് ഇറപ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഫോസ്ഫറസ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിമ ഓഫ് ദ പാംസ്, കൈയുടെ വെള്ളയില് പാംസിൽ വരുന്ന ടൈപ്പ് ഓഫ് എക്സിമ. പിന്നെ ആ എക്സിമ ഇതിന്റെ ഇറപ്ഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ ബി വെസിക്കുലാർ ഇറപ്ഷൻസ്. പാപ്പുലാറോ പസ്റ്റുലാറോ ഒന്നുമല്ല, വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള വെസിക്കിൾസ് ആണ് വരുന്നതെങ്കിൽ ബേണിങ്ങും ഇച്ചിങ്ങും ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് റനാങ്കുലസ്. ഈ റനാങ്കുലസിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഹെർപ്പസ് സോസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഇറപ്ഷൻസ് ഉണ്ടല്ലോ, ചൊറിച്ചിലും വിത്ത് ഇച്ചിങ് ആൻഡ് ഡെർമറ്റൈറ്റിസ്, ആ കേസിന് വി ക്യാൻ യൂസ് ദിസ് റനാങ്കുലസ്. വൺസ് അഗെയിൻ എക്സിമ ഓഫ് ദ പാംസ്, കയ്യിൽ വരുന്ന എക്സിമയാണ്. പിന്നെ ആ വരുന്ന സ്വെല്ലിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മേ ബി വെസിക്കുലാർ ഇറപ്ഷൻസ് ആണ്. ദെൻ ദർ ബി ബേണിംഗ്, പുകച്ചിലും ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് റനാങ്കുലസ്. ഇനി നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ്സ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ സ്പോട്ട് ഔട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലിസ്റ്റർ ഫോർമേഷൻ. നമ്മൾ കുട്ടികളെ കൊണ്ടുവരും, എന്താണ് ചൂട് സമയമാണ്, ഡോക്ടറെ ചെറുതായിട്ട് ചൊറിയുന്നുണ്ട്, ചൊറിഞ്ഞിട്ട് എന്താണ് കുമ്മള പോലെ ആകുന്നുണ്ട്, കുമ്മള പോലെ ആണ് ഇരിക്കുന്നത്, പ്ലസ് ഇച്ചിങ് ഉണ്ട്, നല്ല ചൊറിച്ചിലുണ്ട്, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണ ഇറ്റ്സ് റെസ്റ്റോക്സ്. കാരണം പിന്നെ പേഷ്യന്റ് കുട്ടി ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല, മൂവിങ് എബൌട്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നു. റെസ്റ്റ്ലെസ്നെസ് ഇസ് അനദർ ഇൻഡിക്കേഷൻ. റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, ഇച്ചിങ് ഉണ്ട്, വിത്ത് എന്താണ് ദിസ് വെസിക്കുലാർ, അതായത് ബ്ലിസ്റ്റർ ഫോർമേഷൻ, കുമ്മളകൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് റെസ്റ്റോക്സ്. പിന്നെ നെക്സ്റ്റ് എന്താ സംഭവിക്കുക? ഈ കുമ്മളകൾ ഈ ചൊറിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുമ്മള പൊട്ടുമല്ലോ. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ റെഡ് പാച്ചസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ദിസ് റെസ്റ്റോക്സ്. ദെൻ പിന്നെന്താണ്, ഡിസ്ചാർജ് ഒഫെൻസീവ് ആണ്, ബേണിംഗ് ആണ്, വേഴ്സ് വിന്റർ. ഈ ടൈപ്പ് ഓഫ് ഇറപ്ഷൻസ് യൂഷ്വലി അപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? വിന്റർ സമയത്ത്, മഴ സമയത്താണ് ഇത് കൂടുതലായിട്ടും ഈ ടൈപ്പ് ഓഫ് ഇറപ്ഷൻസ് വരുന്നതെങ്കിൽ തിങ്ക് ഓഫ് ദിസ് റെസ്റ്റോക്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്? എക്സിമ ഹോൾ ബോഡി. പിന്നെ ഈ നമ്മൾ സാധാരണ ലൊക്കേഷൻസ് കുറെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ കൈ പറഞ്ഞു, ഓൺ പാംസ് റനാങ്കുലസ്, കൈ പറഞ്ഞു, പാംസ് പറഞ്ഞു, ബേർഡ് പറഞ്ഞു, സ്റ്റാഫിസാഗ്രിയ, അതേപോലെ ചെവി പറഞ്ഞു, മാർജിൻ ഓഫ് ഹെയർസ് പറഞ്ഞു, മുടിയുടെ ബൾക്കിന്റെ അടിയിൽ വരുന്ന പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ റെസ്റ്റോക്സിന് അടുത്തൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ വൾവ, ഇച്ചിങ് ഓഫ് ദ വൾവ. അത് ഭയങ്കര കോമൺ ആയി ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ വന്ന് പറയും ഇച്ചിങ് ഓഫ് ദ വൾവ ഭയങ്കര. മേ ബി അത് ശരിക്കും ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ കൊണ്ടായിരിക്കാം, ബട്ട് സിംറ്റം വെച്ചിട്ട് നമുക്ക് അതിന്റെ സ്പെസിഫിക് റെമഡി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോ എക്സിമ ഓഫ് ദി വൾവ, റെസ്റ്റോക്സ് ഇസ് ഇൻഡിക്കേറ്റഡ്. അപ്പൊ റെസ്റ്റോക്സ് ആണ് മെഡിസിൻ എങ്കിൽ എന്തൊക്കെയായിരിക്കും ഇൻഡിക്കേഷൻസ്? ബ്ലിസ്റ്റർ ഫോർമേഷൻ. ഒന്നാമത്തെ എന്താണ്? ബ്ലിസ്റ്റർ ഫോർമേഷൻ വിത്ത് സിവിയർ ഇച്ചിങ് ഫോളോഡ് ബൈ ബേണിങ്ങും ഉണ്ട്. പിന്നെന്താണ്? ഈ ബ്ലിസ്റ്റർ പോയി കഴിയുമ്പോൾ ചുമപ്പ് കളർ, റെഡ് കളർ അവിടെ ഫോം ചെയ്യും. ദെൻ എക്സിമ എവിടെയാണുള്ളത്? നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺ ദി വൾവ. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനിൽ വരുന്ന ടൈപ്പ് ഓഫ് എക്സിമ ഓൺ ദ വൾവ. ഓൾസോ ദിസ് റെസ്റ്റോക്സ് ഇസ് ഇൻഡിക്കേറ്റഡ്. പിന്നെ ഇത് കൂടുതലും ആക്റ്റീവ് നമുക്ക് കൊടുത്താൽ ആക്ഷൻ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺ ദ വിന്റർ, മഴയ സമയത്താണ് ഈ റെസ്റ്റോക്സിന് കൂടുതലായിട്ട് ആക്ഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഒരു ടിഞ്ചറാണ്. ഇത് സ്ക്രോഫുലേറിയ ടിഞ്ചർ. ഒരുപാട് ടിഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ എക്സിമയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ. അത് ഒരു ദിവസം തന്നെ നമുക്ക് എടുക്കേണ്ടി വരുന്ന അത്രയും ടിഞ്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യാത്ത പല ടിഞ്ചേഴ്സും ഉണ്ട് എക്സിമയ്ക്ക് നല്ല ആക്ഷൻ ഉള്ളത്. പക്ഷെ നമ്മളിപ്പം അങ്ങനത്തെ ടിഞ്ചേഴ്സ് ഒന്നും ഇപ്പൊ പറയുന്നില്ല. നമ്മളിപ്പോ ജസ്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഓൺ ദ ബയോകെമിക്സ് ആൻഡ് ഇമ്പോർട്ടന്റ് ഡ്രഗ്സ് ആൻഡ് ദ ലൊക്കേഷൻസ് ആണ്. അപ്പം സ്ക്രോഫുലേറിയ ടിഞ്ചർ എന്ന് പറയുന്നത് ചെവിയിൽ ഉണ്ടാകുന്ന ഇറപ്ഷൻസിന് നമുക്ക് ചെവിക്ക് ചില ആൾക്കാർ വന്ന് പറയും, നമുക്ക് കിട്ടാറുള്ളത് ഒപ്പിയില് എന്താണ് ചുറ്റും ഇങ്ങനെ ചൊറിഞ്ഞ് ഇറപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ചെവിയുടെ ആ ഓപ്പണിങ്ങിന്റെ അവിടെയൊക്കെ ഫുൾ ഇറപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഈ സ്ക്രോഫുലേറിയ ടിഞ്ചർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. സ്ക്രോഫുലേറിയ ടിഞ്ചറിന് ഇയറിലോട്ട് നല്ല ആക്ഷൻ ഉള്ള ഒരു ഡ്രഗാണ്. ഇനി നെക്സ്റ്റ് അടുത്തൊരെണ്ണം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മളിപ്പോ കുറെ ലൊക്കേഷൻസ് ഇങ്ങനെ മേളിൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ റെസ്റ്റോക്സിന്റെ അതേപോലെ തന്നെ വെസിക്കുലാർ ഇറപ്ഷൻ തന്നെ ആയിരിക്കും. ബട്ട് എവിടെയാണ്? ഇറ്റ്സ് ഓൺ ദ ഫിംഗേഴ്സ്, ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, വിരലുകൾക്കിടയിൽ. ചില കുട്ടികളുടെ കേസൊക്കെ നമ്മൾ കാണാറുണ്ട്, കുമ്മളകൾ പോലെ ഇങ്ങനെ ഇരിക്കും, വെസിക്കുലാർ ഇറപ്ഷൻസ് കാണും. ഇച്ചിങ് ഓൺ ഫിംഗർ ജോയിന്റ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, ഫിംഗർ ജോയിന്റ്സിന്റെ ഇടയ്ക്കും ഫിംഗറുകളുടെ ഇടയ്ക്കായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്, ഇച്ചിങ് ഇറപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത ലൊക്കേഷൻസ് പറഞ്ഞാൽ പാംസ്, ആംഗിൾ ആൻഡ് ഫോൾസ് ഓഫ് സ്കിൻ. അതായത് കൈയുടെ പാമിലും പിന്നെ ആംഗിളിലും ഫോൾസ് ഓഫ് സ്കിന്നിലും ആണ് നമുക്ക് ഇച്ചിങ് ഇറപ്ഷൻസ് ഉണ്ടെങ്കിൽ സെലീനിയം ഇസ് ഇൻഡിക്കേറ്റഡ് റെമഡി. ഈ സെലീനിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറപ്ഷൻ വെസിക്കുലാർ ആയിരിക്കും, ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, ഫിംഗർ ജോയിന്റ്സ്, ആ വിരലുകളുടെ ഇടയിലും വിരലുകളുടെ ജോയിന്റിന്റെ അവിടെയൊക്കെ ഇറപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ്? പാമിലും ആംഗിൾ ജോയിന്റിൽ. ആംഗിൾ ജോയിന്റ് ഇറപ്ഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. ചില പേഷ്യൻസ് വന്ന് പറയും, ഡോക്ടർ ഭയങ്കര ചൊറിച്ചിൽ, കാലിന്റെ കണ്ണിന്റെ അവിടെയാണ് ചൊറിച്ചിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് സെലീനിയം. നെക്സ്റ്റ്, ഇനി അടുത്ത ഒരു ഇച്ചിങ് റെമഡി എന്ന് പറയുന്നത്, അതായത് ഇത് കൂടുതൽ നമ്മൾ സാധാരണ കാണാറുള്ളത് ഒരു മെനോപോസിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിലാണ് ഈ ടൈപ്പ് ഓഫ് ഈ മെഡിസിന് കൂടുതൽ ആക്ഷൻ കിട്ടുന്നത്. അതായത് മെനോപോസ് അടുക്കാറായി, അപ്പൊ എക്സിമ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സിമയൊക്കെ നമുക്കറിയാം, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഈ എക്സിമ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് അതിന്റെ ആ ഒരു അപ്പിയറൻസ് ഓഫ് ദ എക്സിമ അനുസരിച്ചാണ്. റിംഗ് വേം പോലെ വട്ടത്തിൽ വരുന്ന എക്സിമയാണ്. എങ്ങനെയുള്ള ആൾക്കാർ? കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസിനകത്ത് വട്ടത്തിലായിട്ട് നമുക്ക് സർക്കംസ്ക്രൈബ്ഡ് സ്പോട്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി ഇറ്റ് ഈസ് സെഡ് ടു ബി അബൌട്ട് റിംഗ് വേം ഇൻഫെക്ഷൻസിനെ പോലെ ഇരിക്കുന്ന വട്ടത്തിലുള്ള ഇറപ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ്? ഐസൊലേറ്റഡ് സ്പോട്സ് എല്ലായിടത്തും ഇല്ല, ചില പോയിന്റുകളിൽ മാത്രം വട്ടത്തിൽ ചൊറിയുന്നു, ഇവിടെ ഒരു വട്ടം ചൊറിയുന്നു. നമ്മൾ ആ ഇറപ്ഷൻ നോക്കുമ്പോൾ ശരിക്കും ഒരു സർക്കിൾ വരച്ചതുപോലെ ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇറപ്ഷൻ വിത്ത് മെനോപോസ് ആണ്. ലേഡീസ് അപ്രോച്ചിങ് ടു മെനോപോസ് വിത്ത് സർക്കംസ്ക്രൈബ്ഡ് സ്പോട്സ് ആണെങ്കിൽ ആൻഡ് ഐസൊലേറ്റഡ് സ്പോട്സിലായിട്ട് വരികയാണ്, മൊത്തം ജനറലൈസ്ഡ് അല്ല, ദിൽ ബി സ്പോട്ടി. അപ്പൊ അങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് റിംഗ് വേം ഇറപ്ഷൻസ് ആൻഡ് റൗണ്ട് സർക്കംസ്ക്രൈബ്ഡ് ഇറപ്ഷൻസ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദ സെപ്പിയ ഇസ് എ മെഡിസിൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ വേഴ്സ്. പിന്നെ ഏതൊക്കെ പാർട്സിലാണ് ഈ സർക്കംസ്ക്രൈബ്ഡ് സ്പോട്സ് വരുന്നതെന്ന് കൂടെ നോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഓൺ ദ ബിഹൈൻഡ് എൽബോ പാർട്ടിൽ. പിന്നെ എവിടെയൊക്കെയാണ്? മുട്ടിൽ വരുന്നത്. പിന്നെ എന്തൊക്കെയാണ്? അഗ്രവേഷൻ എപ്പോഴാണ്? സ്പ്രിംഗ് വെതർ ആണ്. സ്പ്രിംഗ് വെതറിൽ അഗ്രവേഷൻ. വെതറിന് നമ്മുടെ ഹോമിയോപ്പതിക്കകത്ത് ഭയങ്കര കുറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡ്രഗാണ്. ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് സമ്മറിൽ ആക്ഷൻ ഉള്ള ഡ്രഗ്സ് ഉണ്ട്, ഓൾസോ ഡാം വെതറിൽ ആക്ഷൻ ഉള്ള ഡ്രഗ്സ് ഉണ്ട്. ലൈക്ക് ദാറ്റ് ദിസ് മെഡിസിൻ, ദിസ് സെപ്പിയ കൂടുതലായിട്ടും ഈ ടൈപ്പ് ഓഫ് ഇറപ്ഷൻസ് കൂടുതൽ വരുന്നത് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് സീസണിലാണ് ഇറപ്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്. നെക്സ്റ്റ്, അപ്പം ഇത്രയാണ് നമ്മളിപ്പോ പറഞ്ഞതെല്ലാം. ഏകദേശം ഒന്ന് കൂടെ വന്നോണ്ടിരിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത്, സ്പീഡ് കൂടുന്നെങ്കിൽ മാഡം ഒന്ന് പറഞ്ഞാൽ മതി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇനി ഞാൻ അടുത്ത പറയുന്ന മെഡിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറപ്ഷൻ നമ്മളിപ്പോ പറഞ്ഞു വന്ന ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ എന്താണ്, ഇതിനകത്ത് ചിലത് വെറ്റായിട്ടുള്ളതുണ്ട്, ഡിസ്ചാർജ് വരുന്നതുണ്ട്, ചിലത് ഡ്രൈ ഉണ്ട്. ഇപ്പൊ സൾഫർ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ്. അതേപോലെ പെട്രോളിയത്തെ ഊസിങ് ആണ്. പക്ഷെ ഇതുപോലെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഇറപ്ഷൻസ് ഉണ്ട്. അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഇങ്ങനെ വന്നിട്ടേ തന്നെ ഇരിക്കുകയായിരിക്കും. എവിടെയൊക്കെയാണ് ഇതിന്റെ ആക്ഷൻ കൂടുതൽ എന്ന് വെച്ചാൽ ബെൻസ് ഓഫ് നീസ് ആൻഡ് എൽബോസ്, മുട്ടിന്റെ മടക്കിലും കൈയുടെ മടക്കിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. വീപ്പിംഗ് ആയിട്ടുള്ള എക്സിമയാണ്. വീപ്പിംഗ് എക്സിമ ആണെങ്കിൽ പിന്നെ ആ വീപ്പിംഗ് എന്ന് പറഞ്ഞതിനകത്ത് തന്നെ എന്തൊക്കെ വരാം?
അത് മേ ബി വാട്ടർ കണ്ടന്റ് ആയിട്ടും വരാം, പസ്സായിട്ടും വരാം, പസ്റ്റുലാർ ആകാം ഓർ വെസിക്കുലാർ ആകാം, രണ്ടിൽ ഏതെങ്കിലും ഒന്നാകാം. ദെൻ എപ്പോഴാണ് ഇത് കൂടുന്നത്? ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ഓൺ വാംത്ത് ഓഫ് ബെഡ്. കട്ടിലേ കിടന്നു കഴിയുമ്പോഴാണ് ഇവർക്ക് ചൊറിച്ചിൽ കൊണ്ട് ഇളകുന്നത്. ഇപ്പൊ നൈറ്റ് അഗ്രവേഷൻ ട്യൂബർകുലിൻ ഞാൻ പറഞ്ഞതുപോലെ എപ്പോ കട്ടിലിൽ പോയി കിടക്കുന്നു അപ്പൊ തന്നെ ഈ ചൊറിച്ചിലങ്ങ് ഇളകുകയാണ് കിടക്കുമ്പോഴത്തേക്കും. ദെൻ ഇഡിമ ഓഫ് ദ എക്സിമ ഓഫ് ദി ഹെഡ് ഓഫ് ചിൽഡ്രൻ. കൊച്ചു കുട്ടികൾക്ക് വരുന്ന എക്സിമ എവിടെയാണ്? തലയിൽ വരുന്ന എക്സിമയ്ക്കും ഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഈ ക്രസ്റ്റിന്റെ കളറിലും പ്രത്യേകതയുണ്ട്. ഇപ്പൊ നാട്രമൂറിന്റെ ഒക്കെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറ്റ് ഫോർമേഷൻ, നമ്മൾ ഡാൻഡ്രഫിലൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തലയിൽ നല്ല ഇച്ചിങ് ആണ്, ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ സ്കെയിലിന് പ്രത്യേകതയുണ്ട്. എന്താണ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ? വൈറ്റ് സ്കെയിൽസ് ആയിരിക്കും. പിന്നെ ഈ സ്കെയിലിന്റെ തന്നെ കുഞ്ഞു സ്കെയിൽസിന് മെഡിസിൻ വേറെയാണ്, വലിയ സ്കെയിൽസിന് മെഡിസിൻ വേറെയാണ്. അപ്പം ഈ ബ്രൗൺ ആയിട്ടുള്ള സ്കെയിൽസ് ആണ് വരുന്നതെങ്കിൽ, ബ്രൗൺ യെല്ലോയിഷോ ബ്രൗൺ ആയിട്ടോ പുറ്റ് ഫോം ചെയ്ത് ക്രസ്റ്റ് ഫോം ചെയ്യുകയാണ് എങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെർക്സോൾ. സോ മെർക്സോളിന്റെ ഇൻഡിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. വീപ്പിംഗ് എക്സിമ, അത് വെറ്റ് ആയിരിക്കും. എക്സിമയുടെ പ്രത്യേകത വെറ്റ്. പിന്നെ പൊസിഷൻ എവിടൊക്കെ വരാം? ബെൻസിൽ വരാം. ഏതൊക്കെ ബെൻഡിൽ? എൽബോയുടെ ബെൻഡിലും നീയുടെ ബെൻഡിലും ആണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അതിന്റെ ക്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ വിൽ ബി ഹാവിംഗ് സ്കെയിൽസ് വിച്ച് ഇസ് ഐദർ യെല്ലോ അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ക്രസ്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെർക്സോൾ. ദെൻ ഇത് അഗ്രവേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? വാംത്ത് ഓഫ് ബെഡ്. കട്ടിലിൽ കിടക്കുമ്പോഴാണ് അഗ്രവേറ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെർക്സോൾ. നെക്സ്റ്റ് അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് അതായത് എക്സിമയുണ്ട്, വയലന്റ് ആയിട്ടുള്ള ഇച്ചിങ്ങും ഉണ്ട്. അതിന്റെ കൂടെ ഇത് ഈ പറയുന്ന ഡ്രഗ് കൂടുതലും എഫക്റ്റീവ് ആകുന്നു. യു തിങ്ക് ഓഫ് ദറ്റ്. കാരണം നമ്മൾ ഒ പിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കറിയാം ചില പേഷ്യൻസ് വരും, ഡോക്ടറെ ഭയങ്കര ചൊറിച്ചിൽ. നമ്മൾ ഇച്ചിരി പ്രായമുള്ള ആൾ, ഏകദേശം മിഡിൽ ഏജ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഫസ്റ്റ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഡയബറ്റിക് ആണോ എന്നാണ്. കാരണം ഡയബറ്റിക്കാർക്ക് ഷുഗർ കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ എക്സിമ ഈ സമ്മർ സീസണും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇറപ്ഷൻസും ചൊറിച്ചിലും വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെ ടൈപ്പ് ഓഫ് ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അപ്പോൾ ദോസ് ഡയബറ്റിക് പേഷ്യൻസ് പെട്ടെന്ന് ഷുഗർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഷുഗർ കൂടി നിൽക്കുന്നു, അതിഭീകരമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ്. പ്ലസ് ദെയർ മേ ബി ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസ്റ്റർബൻസസും ഉണ്ട്, പ്ലസ് സിവിയർ ഇച്ചിങ്, നല്ല പോലെ ഇച്ചിങ് ഉണ്ട്. ദെൻ ഫിഷർ ഫോർമേഷൻ, ചൊറിഞ്ഞ് വെടിച്ച പോലെ ആകുന്നുണ്ട്, പ്ലസ് എക്സിമ. ഇത്രയുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലൈക്കോപോഡിയം. പിന്നെ സ്കിന്നിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സൾഫറിന്റെ സ്കിൻ പറഞ്ഞതുപോലെ ലൈക്കോപോഡിയത്തിന്റെ സ്കിൻ പെട്ടെന്ന് തിക്കുണ്ടാവും, കട്ടിയാകുന്ന സ്കിന്നാണ് ലൈക്കോപോഡിയത്തിന്റെ. നെക്സ്റ്റ് ഇതിന്റെ കൂടെ തന്നെ ദർ ബി ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് എന്തെങ്കിലും ഉണ്ട്, ഇപ്പൊ ഗ്യാസ്, ഫ്ലാറ്റുലൻസ്, യൂറിനറി കാൽക്കുലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഉള്ള പേഷ്യന്റ് ആണ് ആൻഡ് ദേ ആർ ഷോയിങ് സൈൻസ് ഓഫ് ഇച്ചിങ് ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് ലൈക്കോപോഡിയം. കാരണം ഈ ലൈക്കോപോഡിയത്തിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൈക്കോപോഡിയം ഷുഗറിനെ ബാലൻസ് ചെയ്ത് കൺട്രോൾ ആക്കാൻ ഭയങ്കര ആക്ഷനുള്ള ഡ്രഗ്. ലിവറിലോട്ട് നല്ല ആക്ഷനുള്ള ഡ്രഗ് ആണ് ലൈക്കോപോഡിയം. സോ മെഡിസിൻ ആണ് ലൈക്കോപോഡിയം. സോ ഇഫ് യു ഗീവിംഗ് ദിസ് ലൈക്കോപോഡിയം വിത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസ്റ്റർബൻസസ് വന്നിട്ട് സിവിയർ ഇച്ചിങ് വിത്ത് ഫിഷർ ഫോർമേഷൻ, പിന്നെ ഇച്ചിങ്, സിവിയർ ഇച്ചിങ് ഉണ്ട്, ഫിഷേഴ്സ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലൈക്കോപോഡിയം. പക്ഷേ ഈ ലൈക്കോപോഡിയത്തിന് തന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സിമയ്ക്ക് കൊടുക്കാം? വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഡ്രൈ എക്സിമ, സ്കിൻ കട്ടിയാകുകയാണ്, അപ്പൊ ഡ്രൈ എക്സിമയ്ക്ക് കൊടുക്കാം. സോറിയാസിന് വളരെ എഫക്റ്റീവ് ആണ്. ആൻഡ് ഓൾസോ എക്സിമ ഓഫ് ദ പാംസ്, കയ്യിൽ വരുന്ന എക്സിമയ്ക്കും ലൈക്കോപോഡിയം ഇൻഡിക്കേറ്റഡ് ആണ്. ഇൻ ജനറൽ, ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ലൈക്കോപോഡിയം ആണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ലൈക്കോപോഡിയം കൊടുക്കാം. ഇഫ് ദ പേഷ്യന്റ് ഇസ് ഡയബറ്റിക് ഓൾസോ സുഖമായിട്ട് ലൈക്കോപോഡിയം കൊടുക്കാം. എന്തായാലും ആ മെഡിസിൻ ആക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് ഹാവിംഗ് മോർ ആക്ഷൻ ഓൺ ദ ലിവർ. ലിവറിൽ നല്ല ആക്ഷനുള്ള ട്രക്കാണ് മെഡിസിൻ ആണ് ലൈക്കോപോഡിയം. സോ തിങ്ക് ഓഫ് ദിസ് ലൈക്കോപോഡിയം. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് എക്സിമ ഓഫ് ദ ഫേസ് ആൻഡ് ചീക്സ്. അതായത് മുഖത്തുണ്ടാകുന്ന എക്സിമയാണ്. മുഖത്തും ഉണ്ടാകുന്നുണ്ട്, കവിളിലും വരുന്ന എക്സിമയാണ്. സ്കിൻ നോക്കുമ്പോൾ റെഡ് ആണ്, സ്കിൻ നല്ല റെഡ് ആണ്. ദെൻ സ്ക്രാച്ചിങ്, ചൊറിയുമ്പോഴത്തേക്ക് എന്താണ് ഇത് കൂടുതൽ വേഴ്സ് ആകുകയാണ്. പിന്നെ നമുക്ക് സാധാരണ എക്സിമയ്ക്കകത്ത് ഓരോരുത്തർക്കും ഇതിന്റെ അമൽറേഷൻ പല രീതിയിലായിരിക്കും. അപ്പം ഈ മെഡിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൾഡ്, തണുത്ത വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ പെട്ടെന്ന് കുറയും. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് ദാറ്റ് മെഡിസിൻ ദാറ്റ് ഈസ് ലഡമാണ് ആ മെഡിസിൻ. അതായത് എന്താണ് മുഖത്തും ചീക്സിലും, മുഖത്ത് ഇറപ്ഷൻ ഉണ്ട്, അതുപോലെ ചീക്സ്,
ഫേസിലും ഉണ്ട്, ചീക്സിലും ഇറപ്ഷൻസ് ഉണ്ട്. സ്കിന്നിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. പിന്നെ സ്ക്രാച്ചിങ്, ചൊറിയുമ്പോൾ എന്ത് സംഭവിക്കുക, വീണ്ടും വീണ്ടും ചൊറിയാൻ തോന്നുകയാണ്. പിന്നെ ഇത് കുറയാൻ എന്ത് ചെയ്താൽ കുറയും? തണുത്ത വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ ചൊറിച്ചിൽ പെട്ടെന്ന് കുറയും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ലഡമാണ് ആ മെഡിസിൻ. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്കോപൊഡിയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം, ഒരു മെഡിസിൻ ആണ് ലാക്കസിസ്. അതായത് ഈ ലാക്കസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെനോപോസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വിമൻ ആണ്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന എക്സിമ മെനോപോസിനടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്, ചെറിയ ടച്ച് എവിടെയെങ്കിലും ബോഡി തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ചൊറിയും. ഒരു ക്ലോത്തിന്റെ ടച്ച് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സിവിയർ ഇച്ചിങ് ആണ്. പിന്നെ ഇത് സ്കിന്നിന്റെ ഒരു അപ്പിയറൻസും വെരി ഇമ്പോർട്ടന്റ്. ബ്ലൂയിഷ് പർപ്പിൾ. എന്തുകൊണ്ട് ഈ ബ്ലൂയിഷ് പർപ്പിൾ വരുന്നത് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ബ്ലൂയിഷ് പർപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഓക്സിജൻ സപ്ലൈ ഭയങ്കരമായിട്ട് കുറയുകയാണ്. ഓക്കെ, അപ്പോ അത് എന്തുകൊണ്ട് ഈ ബ്ലൂയിഷ് പർപ്പിൾ വരുന്നതിന്റെ കാരണം എന്താ? ഹോർമോണൽ വിഡ്രോയിലും ഒരുപാട് റിയാക്ഷൻസ് ബോഡിക്ക് അകത്ത് നടക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക, ഇമ്മ്യൂൺ മെക്കാനിസം ഒന്നും അത്ര എഫക്റ്റീവ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോർ വിമൻ വിത്ത് ഇച്ചിങ് എങ്ങനെയാണ്, സെൻസിറ്റീവ്നെസ് ഭയങ്കര, ദേഹത്ത് ഡ്രസ്സ് എല്ലാം അവർ ഊരിക്കളയും. കാരണം അവർക്ക് ബോഡിക്കകത്തോട്ട് ക്ലോത്ത് തട്ടി അപ്പ ചൊറിയും. പിന്നെ നെക്സ്റ്റ് ആണ് മെനോപോസ് റീച്ചിങ് ആയിട്ടുള്ള വിമൻ ആണ്. ഹോർമോണൽ ഇംബാലൻസിന്റെ സിംറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എക്സിമ മാത്രം വെച്ച് നോക്കാതെ അതിന്റെ കളറോ ചോപ്പോ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നല്ല. എന്നാലും ജനറൽ ഇച്ചിങ് ആണ് ഇത്. ഫുൾ ദേഹം മൊത്തം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനത്തെ കേസസിന് ഏജും കൂടെ നോക്കിക്കോണം, എത്ര വരെ എത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കേസസ് നമുക്ക് ലാക്കസസ് കൊടുക്കാൻ പറ്റും. ഈ ലാക്കസസിനകത്ത് നമ്മൾ സ്കിൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ കണ്ണുടച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം ബ്ലൂയിഷ് പർപ്പിൾ അപ്പിയറൻസ് ഓഫ് ദ സ്കിന്നും കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ലാക്കസസ് എഴുതാം. നെക്സ്റ്റ്, ഇനി അടുത്തെന്ന് പറയുന്നത് ബയോകെമിക്കാണ്. നമ്മൾ സാധാരണ ഒപിയിലേക്ക് ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു ബയോകെമിക്കാണ് ഈ സ്കിൻ കംപ്ലൈൻസിന്. പക്ഷെ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. പക്ഷെ അതിന് കുറച്ചും കൂടെ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ഷൻ ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് അത്ര യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് അതിന്റെ പ്രത്യേകത വെച്ചാൽ മോയിസ്റ്റ് എക്സിമ, നമ്മൾ മെർസോളിന്റെ ഒക്കെ പറഞ്ഞ പോലെ, വീപ്പിംഗ് എക്സിമ എന്ന് പറഞ്ഞ പോലെ മോയിസ്റ്റ് എക്സിമയാണ്. പിന്നെ എന്താണ് ക്രോണിക് എക്സിമ. വെസിക്കിൾസിന്റെ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ വെസിക്കിൾസ്, പാപ്യൂൾ, പസ്റ്റ്യൂൾ, വെസിക്കിൾ എന്നൊക്കെ പറയുമെങ്കിലും ഈ വെസിക്കിൾസിനകത്ത് തന്നെ കട്ടിയുള്ള ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് മാത്രം ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ അത് മാത്രം വെച്ചിട്ട് സ്കിൻ മെഡിസിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വേറൊരു ക്ലാസ് എടുക്കാം, അതിൽ നമുക്ക് വരുമ്പം പറയാം. അതായത് സ്കിന്നിന്റെ തന്നെ ഡിസ്ചാർജ് വെച്ചിട്ട് നമുക്ക് വി ക്യാൻ റീച്ച് പോയിന്റ് ടു ദ മെഡിസിൻ, ഡിസ്ചാർജിന്റെ കളർ വെച്ചിട്ട്. അപ്പം അതേപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് വെസിക്കുലർ അപ്പിയറൻസ് വരുന്നതാണ്. ആ വെസിക്കിൾസിന്റെ അകത്തെ കണ്ടന്റ് ഏതാണ്? തിക്ക് വൈറ്റ് കണ്ടന്റ് നല്ല ഭയങ്കര കട്ടിയുള്ള വൈറ്റ് കണ്ടന്റ് ഡിസ്ചാർജ് ആണ്. ദെൻ എക്സിമ ഓൺ ഫേസ് ആൻഡ് ഹെഡ്, മുഖത്തും തലയിലും വരുന്ന എക്സിമയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ് ക്രോണിക് എക്സിമ, ഒത്തിരിയും നാളായിട്ട് എക്സിമയെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ്. പിന്നെ മോയിസ്റ്റ് എക്സിമ ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കാലിമൂർ. പക്ഷെ ഈ കാലിമൂർ നമുക്ക് ചുമ്മാതെ തന്നെയും ഇറിറ്റേറ്റിംഗ് എക്സിമയ്ക്കൊക്കെ നമുക്ക് കാലിമൂർ സുഖമായിട്ട് കൊടുക്കാം. നല്ല ആക്ഷൻ കിട്ടുന്ന മെഡിസിൻ ആണ് കാലിമൂർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് ഹെയറി ക്രസ്റ്റ്, അതായത് നമ്മുടെ അതായത് സ്കാൽപ്പിൽ തന്നെ വരുന്ന എക്സിമയാണ്. സ്കാൽപ്പിൽ തന്നെ എക്സിമ വന്നിട്ട് ക്രസ്റ്റ് ഫോർമേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. ആ ക്രസ്റ്റിന്റെ അടിയിൽ നിന്ന് നമ്മൾ നേരത്തെ, അതായത് നമ്മൾ മിസീറിയത്തിനകത്തൊക്കെ പറഞ്ഞിരുന്നു ഹെയർ ഗ്ലൂഡ് ടുഗദർ, അതേപോലെ ഗ്ലൂയി ലിക്വിഡ് ആണ് വരുന്നത്. മറ്റേത് കുറച്ചുകൂടെ കട്ടിയാണ്, ഇത് ഗ്ലൂയി ആയിട്ടുള്ള ലിക്വിഡ് വരുന്നു. ആ ഡിസ്ചാർജിന്റെ യെല്ലോ കളർ ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കാലിബൈക്ക്. ബാക്കി സിംറ്റംസ് ഇപ്പൊ നമ്മൾ ബാക്കി അതിന്റെ മൈൻഡും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കാലിബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിന്നിന് പ്രിസ്ക്രൈബ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ കൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഇതും ക്രോണിക് എക്സിമയാണ്. ക്രോണിക് എക്സിമ വന്നിട്ട് ഇച്ചിങ്, അമലറേഷൻ വൈൽ അൺഡ്രസ്സിങ്, അഗ്രവേഷൻ വൈൽ അൺഡ്രസ്സിങ്. അതായത് നമ്മൾ ഡ്രസ്സ് ഊരി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇച്ചിങ് അങ്ങ് അമലറേറ്റ് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ നെക്സ്റ്റ് ഇച്ചിങ് വാക്കിംഗ്, ചുമ്മാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നന്നായിട്ട് ചൊറിയുന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കാലി ആഴ്സ് മെഡിസിൻ. കാലി ആഴ്സ് നല്ല മെഡിസിൻ ആണ്. നടക്കുമ്പോൾ, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ചൊറിയും. സോ ദാറ്റ് ഈസ് കാലി ആഴ്സ്. ഇനി അടുത്തൊരു മെഡിസിൻ എന്ന് വെച്ചാല്, അതായത് ഈ ഹെർപ്പസ് സോസ്റ്റർ വന്നിട്ടുള്ള ഇറപ്ഷൻ, അതിന് 2 മെഡിസിൻസ് ആണ് ഏറ്റവും നല്ല ആക്ഷൻ കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്ന റനാങ്കുലസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഹെർപ്പസ് സോസ്റ്റർ വന്നതിന് ശേഷം ഇച്ചിങ് ഇറപ്ഷൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഹാൻഡ്സിലും ഫേസിലും, കയ്യിലും മുഖത്തും ഇച്ചിങ് ഇറപ്ഷൻ ഉണ്ട്. ആഫ്റ്റർ ദിസ് ഹെർപ്പസ് സോസ്റ്റർ ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഹൈപ്പറിക്കം.
ഹൈപ്പറിക്കം അതിന്റെ മെഡിസിൻ. ഹൈപ്പറിക്കം ആൻഡ് റനാങ്കുലസ് ഇത് രണ്ടിൽ ഏത് കൊടുത്താലും വളരെ നല്ല എഫക്റ്റ് കിട്ടുന്ന 2 മെഡിസിൻസ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ലൂപ്പസ് വൾഗാരിസ് പോലത്തെ നമ്മുടെ ഈ ഹോമിയോക്കകത്ത് ഈവൻ പെംഫീജിയസിനും ലൂപ്പസ് വൾഗാരിസിനും ഇന്റർട്രിക്കോയ്ക്കും ഒക്കെ നമുക്ക് സൂപ്പർ മെഡിസിൻ ബയോകെമിക്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇതിനകത്ത് എന്താണ് ലൂപ്പസ് വൾഗാരിസ് ഉണ്ട്. പിന്നെന്താണ് ഇറപ്ഷൻസ് ലൈക്ക് സ്മോൾ പോക്സ് പോലത്തെ ഇറപ്ഷൻസ് ആണ്. നെക്കിൽ വരുന്ന എക്സിമ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു നാട്രമൂറിനും ഉണ്ട് നെക്കിൽ വരുന്ന എക്സിമയ്ക്കകത്ത് 2-3 മെഡിസിൻസ് ഉണ്ട്. അതിന്റെ കൂടെ അഡപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇത് ഹൈഡ്രാസ്റ്റിസ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ്? നെക്കിൽ വരുന്ന എക്സിമ ക്രസ്റ്റ് ഫോർമേഷൻ ഉണ്ട്, ബേണിംഗ് ഉണ്ട്. നെക്കിൽ ഇങ്ങനെ പുറ്റുപോലെ ഫോം ചെയ്തിരിക്കും. പിന്നെന്താണ് ബേണിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഹൈഡ്രാസ്റ്റിസ് ആണ് അതിന്റെ ആ മെഡിസിൻ. ഓക്കെ, എല്ലാരും ഉറങ്ങിപ്പോയോ? കേൾക്കുന്നുണ്ടോ എല്ലാരും? എന്തായി? മണി 10 ആയി. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ മെഡിസിൻ പറയുമ്പം ചിലപ്പോൾ ബോറടിക്കുമെന്തോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗെയിൻ മോയിസ്റ്റ് എക്സിമ എവിടെയാണ്? ഫോൾസ് ഓഫ് സ്കിന്നിലാണ്. ബെൻസ് ഓഫ് ജോയിന്റ്സും ഫോൾസ് ഓഫ് സ്കിന്നിന്റെ മടക്കുകളിൽ വരുന്നു. പിന്നെ ആഫ്റ്റർ സ്ക്രാച്ചിങ് എന്താണ്? പിമ്പിൾസ് ഫോം ചെയ്യും. അവിടെ ചൊറിഞ്ഞു കഴിയുമ്പം അവിടെ കുഞ്ഞു പിമ്പിൾസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എക്സിമ അഗ്രവേഷൻ ഇൻ ദ കോൾഡ് ഡ്രൈ വിൻഡ് അമൽറേഷൻ ഡാംപ് വെതർ. അത് ഡ്രൈ വിൻഡിൽ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ട്, ഡാംപ് വെതറിൽ അമൽറേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിമ വന്നിട്ട് ചൊറിയുന്ന എക്സിമ വന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ എക്സിമ കുറയുന്ന ലഡം പോലെ തന്നെ ഡാംപ് വെതറിൽ എക്സിമ അമൽറേറ്റ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഹെപ്പാറാണ്. അത് വലിയൊരു കോൺട്രഡിക്ഷനാണ്. കാരണം ഹെപ്പാറിന്റെ ബാക്കി സിംറ്റംസ് എല്ലാം കോൾഡിൽ അഗ്രവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ഡാംപ് വെതറിൽ അമൽറേറ്റ് ചെയ്യുന്നതാണ് മെഡിസിൻ ആണ് ഹെപ്പാർ. ഏത്? എക്സിമയ്ക്ക്. ഫോർ എക്സിമ ഇറ്റ് ഈസ് അമൽറേറ്റഡ് ഓൺ ഡാംപ് വെതർ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ചില മെഡിസിൻസ് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിമ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അത് ഒട്ടും ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് എക്സിമ ഹീൽ ആകുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്റർകറന്റ് ആണ്, ഒലിയാൻഡർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൺ പൗഡറും അതേപോലെ നമുക്ക് എന്താണ് ആ സ്കിന്നിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോർമലിലോട്ട് കൊണ്ടുവരാൻ ക്രോണിക് എക്സിമയ്ക്ക് സാധിക്കുന്ന ഒരു മെഡിസിൻ ആണ് ഗൺ പൗഡർ. ഓക്കെ, നെക്സ്റ്റ് അതായത് ഈ പറയുന്ന മെഡിസിൻ ഇല്ലാതെ എക്സിമ നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെരി ബ്രില്യൻ മെഡിസിൻ. അതായത് ഇതിന്റെ സിംറ്റംസ് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് എക്സിമ ഓൺ ദ പാംസ്, കയ്യില്, ഹാൻഡ്സില്, എറൗണ്ട് ദ ഏനസ് റീജിയനില്. ഇതും വീപ്പിംഗ് എക്സിമയാണ്. ആഫ്റ്റർ സ്ക്രാച്ചിങ് ചൊറിഞ്ഞു കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള സ്റ്റിക്കി ഫ്ലൂയിഡ് വരുന്നുണ്ട്. ദെൻ എവിടെയൊക്കെയാണ് ഈ ലൊക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാംസും ഏനൽ റീജിയനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഐലിഡ്, കണ്ണിന്റെ പോളയിൽ ആക്ഷൻ എക്സിമ ഉള്ള മെഡിസിൻസ് എന്ന് പറയുന്നത് റെയർ ആണ്, കുറച്ച് മെഡിസിൻസേ ഉള്ളൂ. അപ്പൊ അതിലൊന്നാണ് ഈ പറയുന്ന മെഡിസിൻ. ദെൻ ഫേസ്, മുഖത്ത് വരുന്നുണ്ട്. പിന്നെ ജെനീറ്റാലിയയില് എക്സിമാറ്റിക് ഇറപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇറപ്ഷൻസ് വന്നിട്ട് എന്താണ്? സ്കിൻ പൊട്ടുന്നുണ്ട്, ക്രാക്സ് വീഴുന്നുണ്ട് സ്കിന്നിൽ, വെടിച്ച് സ്കിൻ വരികയാണ്. ഇനിയിപ്പോ അത് വെച്ച് സമ്മർ സീസൺ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? മോയിസ്റ്റ് സ്കാബി ഇറപ്ഷൻസ് ഉണ്ട് സ്കാൽപ്പ്. തലയിൽ വരുന്ന ഇറപ്ഷൻ എങ്ങനെയാണ്? പിന്നെ സ്കാബി ആയിട്ടുള്ള ഇറപ്ഷൻസ് ഓൺ ദി മോയിസ്റ്റ് ആണ്, സ്കാൽപ്പിൽ വരുന്നുണ്ട്. ദെൻ ഫേസ് എന്താണ്? ഫേസിന്റെ ബെൻസ് ഓഫ് ജോയിന്റ്സിൽ വരുന്നു, ബിറ്റ്വീൻ ഫിംഗേഴ്സിൽ വരുന്നു, ബിഹൈൻഡ് ഇയേഴ്സ് വരുന്നു. ഇത്രയും ആണെങ്കിൽ ദ മെഡിസിൻ ഇസ് ഗ്രാഫൈറ്റിസ്. വൺസ് അഗെയിൻ, ബെൻസ് ഓഫ് ജോയിന്റ്സ്, ബിറ്റ്വീൻ ഫിംഗേഴ്സ്, ഐലിഡ്സ്, ഇയറില്, ഇതൊക്കെ ഇറപ്ഷൻസ് വരുന്നു. അതിലെങ്ങനെയാണ് ഫിഷർ ഫോർമേഷൻ, ക്രാക്സോ ഫിഷേഴ്സോ ഒക്കെ ഫോം ചെയ്യാം. പിന്നെ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും? സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. പാംസ് ഓഫ് ഹാൻഡ്സിലൊക്കെ വരാം. ദെൻ ചൊറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് വരും. ആ വരുന്ന ഫ്ലൂയിഡ് നല്ല കട്ടിയുണ്ട് എങ്കിൽ തിങ്ക് ഓഫ് ദിസ് ഗ്രാഫൈറ്റിസ്. നല്ല എഫക്റ്റീവ് മെഡിസിൻ ആണ്. സ്കിന്നിന്റെ തിക്നെസ് എങ്ങനെയായിരിക്കും? ഹാർഡ് സ്കിൻ ആയിരിക്കും. ഡിസ്കളറേഷൻ എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഗ്രാഫൈറ്റിസ്. നിർത്താറായോ അതോ? ടൈം ആയില്ല നിത്യ. ഓക്കെ മാഡം.
ഓക്കെ, ഈ നമുക്ക് 15 കുറച്ച് minutes, 20 മെഡിസിൻസും minutes. കുറച്ച് ബയോകെമിക്സും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ 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 ഓക്കെ. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇപ്പൊ പറയണെങ്കിൽ ഒ പിയിൽ കോമൺ അല്ലാതെ ഇരിക്കുന്ന കുറച്ച് ഡ്രഗ്സിന്റെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജെനീറ്റൽസിൽ ആക്ഷൻ ഉള്ള എക്സിമ. അത് ഭയങ്കര പറഞ്ഞ നമുക്ക് തപ്പിപ്പോയാലേ കിട്ടുന്ന മെഡിസിൻ ആണ്. ജെനീറ്റൽസ് എവിടെയൊക്കെ ടെസ്റ്റിസിലും സ്ക്രോട്ടത്തിലും ഒക്കെ ആക്ഷൻ ഉള്ള ഒരു മെഡിസിൻ ആണിത്. ദെൻ ഹോൾ ബോഡി വൾവ, ഇത് റിപ്രൊഡക്റ്റീവ് പാർട്സിലാണ് ഇതിന് ആക്ഷൻ കൂടുതൽ. ആൻഡ് ദ മെഡിസിൻ ഇസ് ക്രോട്ടൺ ടിക്. ക്രോട്ടൺ ടിക് ആണ് അതിന്റെ മെഡിസിൻ. അതായത് എവിടെയൊക്കെയാണ് ലൊക്കേഷൻ ഓൺ ദ പ്രൈവറ്റ് പാർട്സ്, എവിടെയൊക്കെ സ്ത്രീ വൾവായിലും മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസിലും സ്ക്രോട്ടത്തിലും ഒക്കെ എക്സിമാറ്റസ് ഇറാപ്ഷൻസ് വരുന്നുണ്ട്, പ്ലസ് ഇച്ചിങ്. അതിന് വേറെ നമുക്ക് സിംറ്റംസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രൈവറ്റ് പാർട്സിലുള്ള എക്സിമയ്ക്ക്. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ചിൻ ഓഫ് ദ മെയിൽ. നമ്മൾ ബേർഡ് നേരത്തെ പറഞ്ഞു, താടി പറഞ്ഞു, അതേപോലെ തന്നെ ചിൻ ഓഫ് ദ ചിൻ, നമ്മുടെ പിന്നെ താടി ഭാഗത്തോട്ട് ഇറപ്ഷൻസ് വരികയാണ്. അതും മെയിൽസിലായിരിക്കും. സ്കെയിൽസ് വന്നിട്ട് ആ സ്കെയിൽസ് ഫോംസ് ക്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് മെഡിസിൻ സിക്യൂട്ട. ആ മെഡിസിൻ എന്ന് പറയുന്നത് സിക്യൂട്ടയാണ്. അതായത് ഇതിപ്പോ ഈ പറഞ്ഞ ചില ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് കേസ് കിട്ടും. അതായത് ഇപ്പൊ സിക്യൂട്ട ആണെങ്കിൽ താടിയില്, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാഫൈറ്റിസ് കണ്ണില്, കണ്ണിന്റെ പോളയിൽ ആക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ എന്താണ് പെട്ടെന്ന് നമുക്ക് മെഡിസിൻ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ ടെസ്റ്റിസിലും സ്ക്രോട്ടത്തിലും വൾവയിലും ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ക്രോട്ടൺ ടിക്. പിന്നെ ചിന്നിലാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് സിക്യൂട്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു മെഡിസിൻ, ഇതും ഇതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലോട്ട് ഈ എക്സിമ കണ്ടീഷനിൽ നമ്മൾ ഓയിൻമെന്റ്സിന്റെ രൂപത്തിലും അതല്ലാതെ എക്സിമയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് ആക്ഷൻ കിട്ടുന്ന ഒരു മെഡിസിൻ തന്നെയാണിത്. എന്താണ്, വെസിക്കുലർ ഇറപ്ഷൻസ് ആണ്. വെസിക്കുലർ ഇറപ്ഷൻസ് ആണ്. ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, ഡിസ്ചാർജിനകത്ത് ഭയങ്കര നാറ്റമുണ്ട്. പിന്നെ വയലന്റ് ഇച്ചിങ്, ചൊറിച്ചിൽ എന്ന് വെച്ചാൽ ചൊറിഞ്ഞ് പൊട്ടിക്കുന്നിടം വരെ ചൊറിയും, അത്രയ്ക്ക് വയലന്റ് ഇച്ചിങ് ആണ്. പിന്നെ ഇത് ലൊക്കേഷൻ എവിടെയൊക്കെയാ കൂടുതൽ ആക്ഷൻ, തൈയിലും ലെഗ്സിലുമാണ്, തുടയിലും കാലിലും. തുടയിലും കാലിലുമായിട്ട് വരുന്ന ഇറപ്ഷൻ, ഇച്ചിങ് ഇറപ്ഷൻ വരികയാണ്. പിന്നെന്താണ്, ചൊറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ചൊറിഞ്ഞിട്ടും മതിയാവുന്നില്ല, അത്രയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. വെസിക്കുലർ ഇറപ്ഷൻസ് ആണ്. ആ ഇറപ്ഷൻസ് നിന്ന് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരുന്നുണ്ട് എങ്കിൽ ദെൻ എക്സിമ ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ ബാക്കിലും ക്രൈസോർബിനോ ആണ്. നമ്മുടെ ക്രൈസോർബിനത്തിന്റെ ഓയിൻമെന്റ് ഒക്കെ നല്ല ആക്ഷൻ ഉള്ളതാണ്. ഒരുമാതിരിപ്പെട്ട എക്സിമയ്ക്കകത്തെല്ലാം ക്രൈസോർബിനത്തിന്, സോറിയാസിസിനും ഒക്കെ നല്ല ആക്ഷൻ ഉള്ള ഒരു സാധനമാണ് ക്രൈസോർബിനോ. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് കുട്ടികളുടെ എക്സിമ, കുഞ്ഞു കുട്ടികളിൽ ഉണ്ടാകുന്ന എക്സിമ. അത് ആ ഇറപ്ഷന്റെ പ്രത്യേകത ഡ്രൈ ആണെങ്കിൽ തിങ്ക് ഓഫ് കൽക്കേരിയ സൾഫ്. അത് നമുക്ക് കൽക്കേരിയ സൾഫ് നമുക്ക് ചുമ്മാ എന്താ പറയുന്നത്, ബയോകെമിക് ഡ്രൈ ഇറപ്ഷൻസ് ആണ്, വേറെ ഒന്നുമില്ല. കുട്ടി പറയുന്നത് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ സിംറ്റംസ് ഇല്ല, റെഡ്നെസ് ഇല്ല, വീലിംഗ് ഇല്ല, ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കൽക്കേരിയ സൾഫ്. അതിന് കൽക്കേരിയ സൾഫ് നമ്മൾ ഷൂസ്ലറിന്റെ ബുക്കിനകത്ത് നോക്കണം. അതിനകത്ത് നമുക്ക് കൽക്കേരിയ സൾഫിന്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിനകത്ത് സ്കിൻ എക്സിമയ്ക്കകത്ത് ആക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ഇയേഴ്സ്, എക്സിമ ബിഹൈൻഡ് ദ ഇയേഴ്സ്. നമ്മൾ കുറെ എണ്ണം ബിഹൈൻഡ് ദ ഇയേഴ്സ് പറഞ്ഞു. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്, ബിഹൈൻഡ് ദ ഇയേഴ്സ് ആണ്, ആള് ഫാറ്റി ഫ്ലാബി ആണ് എങ്കിൽ തിങ്ക് ഓഫ് ദ കൽക്കേരിയ കാർ. ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം കറക്റ്റ് ആയി, ചെവിയുടെ പുറകിൽ റഷൻ വരുന്നുണ്ട്, ഗീവ് ദിസ് കൽക്കേരിയ കാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് ബാക്ക്, നമ്മുടെ കൈയുടെ പുറകു ഭാഗത്ത്, ബാക്ക് ഓഫ് ഫിംഗേഴ്സിന്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ചൊറിഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫിംഗേഴ്സിൽ ആക്ഷനുള്ള പെട്രോളിയത്തിനൊക്കെ ഫിംഗേഴ്സ് എക്സിമ പറഞ്ഞു, പക്ഷെ അത് അകത്താണ്, അകത്ത് ഫിംഗേഴ്സിന്റെ അകഭാഗത്താണ്. പക്ഷെ പുറം ഭാഗത്താണ് നമുക്ക് എക്സിമ വരുന്നതെങ്കിൽ തിങ്ക് ഓഫ് ദിസ് ബോറാക്സ്. ബോറാക്സ് നല്ല ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ് ഫോർ എക്സിമ ഓൺ ദ ബാക്ക് ഓഫ് ഫിംഗേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ചില കേസൊക്കെ നമുക്ക് വരും, എന്താണ്, നമ്മൾ പേഷ്യന്റ് പറയാണ് എനിക്ക് ഇങ്ങനെ കല്ലിന്റെ അസുഖമുണ്ട്, ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷേ മെഡിസിൻ എടുത്തപ്പോ ഇപ്പൊ എന്റെ കല്ല് ഒരു സൈഡിലെ പോയി, ഒരു സൈഡ് പോയി, എന്ത് മെഡിസിൻ എടുക്കുന്ന അലോപ്പതി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കേസസിനകത്ത് എവിടെയൊക്കെയാണ് ഇറപ്ഷൻ, ഇങ്ങനെ പറയുന്ന ഒരു പേഷ്യന്റ് പ്ലസ് ഏനസ് റീജിയന്റെ അവിടെ ഇച്ചിങ് ഉണ്ട്, ഹാൻഡ്സിന്റെ അവിടെ ഇച്ചിങ് ഉണ്ട്, പിന്നെ സർക്കംസ്ക്രൈബ്ഡ് സ്പോട്സും കാണിക്കുന്നുണ്ട് വിത്ത് യൂറിനറി ട്രബിൾസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ കിഡ്നി റിലേറ്റഡോ റീനൽ ട്രബിൾസോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വിത്ത് സർക്കുലർ പാച്ചസ് ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ബെർബറിസ് വൾഗാരിസ്. പക്ഷെ സർക്കംസ്ക്രൈബ്ഡ് വേറൊരു മെഡിസിൻ നമ്മൾ പറഞ്ഞൊരു സെപ്പിയ. പക്ഷെ സെപ്പിയുടെ പ്രത്യേകത മെനോപോസിലോട്ട് പോകുന്ന വിമന് സർക്കംസ്ക്രൈബ്ഡ് സ്പോട്സ് ആയിട്ട് വരുന്നെങ്കിൽ തിങ്ക് ഓഫ് ദ സെപ്പിയ. ബട്ട് ഫോർ ദി കേസസ് വിത്ത് കാൽക്കുലി ഓൾറെഡി യൂറിനറി ട്രബിൾസ് ഉള്ള പേഷ്യന്റിന് they are having eczema with circumscribed spots, we can think of this Berberis vulgaris. Okay, നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത്
നമ്മൾ ഐലിഡ് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഗ്രാഫൈറ്റിസ് ഐലിഡിൽ ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ്. ഇത് സെയിം വേ ഐലിഡിലും ആക്ഷൻ ഉണ്ട്. പ്ലസ് വട്ടച്ചൊറിക്ക് കുറെ മെഡിസിൻസ് ഉണ്ട്. പക്ഷേ വട്ടച്ചൊറിക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്താണ് ഐലിഡിലാണ് ഇറപ്ഷൻസ് വരുന്നതെങ്കിൽ ബാസിലിനുമാണ്. ഈ ബാസിലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു സ്പെസിഫിക് മെഡിസിൻ കൊടുത്തു, വലിയ ആക്ഷൻ കിട്ടുന്നില്ല, സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇന്റർകറന്റ് ആണ് ബാസിലിൻ. കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മൊത്തം കീഴ്മയും മറിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് ബാസിലിന്. സോ ബാസിലിന്റെ വണ്ണം എന്ന് പറയുന്ന എന്താണ് അവരുടെ റിയാക്റ്റീവ് പവറിനെ ഒന്ന് വലിച്ചുണർത്തിയെടുക്കാൻ ബാസിലത്തിന് കഴിയും. പക്ഷെ ബാസിലത്തിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? എക്സിമ ഓഫ് ദ ഐലിഡും സർക്കംസ്ക്രൈബ്ഡ് ആണെങ്കിൽ തിങ്ക് ഓഫ് ദിസ് ബാസിലിനും. ഓക്കെ, നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ഇനി കുറെ ഉണ്ട്, എന്നാലും അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള 1-2 പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി 10 മിനിറ്റ് ഉണ്ട് നിത്യ. ഡൗട്ട് ചോദിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഓക്കെ അപ്പൊ മാഡം ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ നിർത്താം. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് എക്സിമ ഓഫ് ദ ബേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താടിയിൽ ആക്ഷൻ ഉള്ള ഒരു മെഡിസിൻ ആണിത്. ഇത് ബേർഡ് വന്നിട്ട് ഊസിങ് വാട്ടറി ഡിസ്ചാർജ്, ബേർഡിനകത്ത് ആക്ഷൻ ഉണ്ട്, പ്ലസ് ഊസിങ് വാട്ടറി ഡിസ്ചാർജ് ഉണ്ട്, ഇച്ചിങ് വാഷിങ്, മുഖം കഴുകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഡ്രൈ സ്കെയിലി ഇച്ചിങ് ഇറപ്ഷൻസ് ആണ്, ഡ്രൈ ആയിട്ടുള്ള ഇറപ്ഷൻസ് ആണ്. ഡ്രൈക്കും കൊടുക്കാൻ പറ്റും, വാട്ടറി ഡിസ്ചാർജ് ഉള്ള ഇറപ്ഷൻസിനും കൊടുക്കാൻ പറ്റും. ബേർഡിൽ ഉണ്ടാകുന്ന ഇറപ്ഷൻസിന് നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആസൈഡൈഡ്. സോ ആസൈഡ് ഇസ് ഇൻഡിക്കേറ്റ് റെമഡി ഫോർ മെഡിസിൻ ഫോർ എക്സിമ ഓൺ ദ ബേർഡ്. വിത്ത് ഊസിങ് ഡിസ്ചാർജിനും കൊടുക്കാൻ പറ്റും, ഡ്രൈ ഇച്ചിങ്ങിനും കൊടുക്കാൻ പറ്റും. മുഖം രാവിലെ എഴുന്നേറ്റ് പോയി കഴുകുമ്പം തൊട്ടേ ചൊറിച്ചിൽ കൊടുക്കും, അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ആസൈഡൈഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിമയുടെ കൂടെ ബേണിംഗ് ഇച്ചിരി പൊന്തി നിൽക്കുകയാണ്. ഡോക്ടറെ ചൊറിയുമ്പോൾ അപ്പൊ തന്നെ ഇങ്ങനെ ഭയങ്കര പുകയുന്നുണ്ട്. പേഷ്യന്റ് ഭയങ്കര റെസ്ലെസ് ആണ്. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എണീക്കുമ്പോൾ ഇരിക്കുന്നു, അങ്ങനത്തെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. പിന്നെന്താണ് വേഴ്സ് കോൾഡ് പ്ലസ് കോൾഡ് ആപ്ലിക്കേഷൻ, തണുപ്പ് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ എക്സിമ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. എക്സിമ ബിറ്റ്വീൻ ഫിംഗേഴ്സ് ആൻഡ് ക്രാക്സ്, ടിപ്പ് ഓഫ് ഫിംഗേഴ്സിൽ ക്രാക്സ് വരുന്നു. ദെൻ എക്സിമ ഓഫ് ദ വൾവ ഓൾസോ. ഇത്രയും സാധനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ആഴ്സാൽബ്. ഓക്കെ, അപ്പൊ ആഴ്സാൽബിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വൺസ് അഗൈൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. അതായത് ബേണിംഗ് ഇസ് എ സ്ട്രൈക്കിംഗ് സിംറ്റം. പിന്നെ വേഴ്സ് കോൾഡ് ആപ്ലിക്കേഷൻ, എനി ടൈപ്പ് ഓഫ് കോൾഡ് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ചൊറിച്ചിലുള്ളൂ, എസിക്കകത്തൊക്കെ കയറിയാൽ ചൊറിയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്രാക്സ് ഓഫ് ദ ടിപ്പ് ഓഫ് ഫിംഗേഴ്സ്. ടിപ്പ് ഓഫ് ഫിംഗേഴ്സിനകത്ത് ക്രാക്സ്, പെട്രോളിയത്തിനെ പോലെ തന്നെ ടിപ്പ് ഓഫ് ഫിംഗേഴ്സിൽ ക്രാക്സ് വരുന്ന ഒരു മെഡിസിനുമാണ് എക്സിമ ഓഫ് ദ വൾവ. ദാറ്റ്സ് ഫോർ ദാറ്റ് ഓൾസോ ദിസ് ആസാൽബ് ഈസ് ഇൻഡിക്കേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ്. ഡോക്ടറെ, എനിക്ക് തോന്നി സമയമായില്ലേ? സമയം എന്ന് പറഞ്ഞാലേ വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ വെക്കാം. എന്താ വെച്ചാൽ അത്ര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിസിൻ എഴുതാൻ പറ്റും കേട്ടോ. പോയിന്റ് മാത്രം നോക്കി വെച്ചിരുന്ന് എഴുതാൻ പറ്റും. ഒത്തിരി പേർക്ക് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ അപ്പൊ ഉണ്ടാകും. നമുക്കൊരു ദിവസം നമുക്ക് ഇത് വെച്ച് നിർത്താം സാറേ. പിന്നെ അടുത്ത ആഴ്ച നോട്ട് ചെയ്ത് വെച്ചേക്കാം, അടുത്ത ദിവസം നമുക്ക് എടുക്കാം. അടുത്ത ആഴ്ചത്തേക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് ഇതിന്റെ കാരണം ഇത് ഒത്തിരി സ്പീഡിലാണ് കാര്യങ്ങൾ ഇപ്പൊ ഡോക്ടർ തീർക്കാൻ വേണ്ടി ഓടുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത്ര വേഗത്തിൽ നമുക്ക് കുറച്ച് ക്ഷമയോടെ എല്ലാവർക്കും ഒന്ന് എഴുതാനുള്ള സമയമൊക്കെ. അതാ സാറേ, ഇനി സ്പീഡിൽ പോയാൽ കിട്ടത്തില്ല. നമുക്കറിയാം ഉള്ളിൽ കുറെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരണമല്ലോ. കൊണ്ടുവരുന്നത് അത് ഞാൻ ഇടയ്ക്ക് ചോദിച്ചാ സ്പീഡ് കൂടും. ഇടയ്ക്ക് ഞാനങ്ങ് സ്പിരിറ്റിലായി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാവും. മനസ്സിലായി. അപ്പൊ എന്തായാലും അമ്പാടി മേഡത്തിൽ നിന്ന് തുടങ്ങാം. ഇതിനിടയ്ക്ക് നമ്മുടെ ഹോസ്റ്റായിരുന്ന ശൈല ഡോക്ടർക്ക് അവിടെ ഇടിവെട്ടി നെറ്റ് പോയി. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അമ്പാടി മാഡത്തിന് ആക്റ്റീവായിട്ട് സംസാരിക്കേണ്ടി വന്നത്. നന്നായി മാഡം, പുറത്ത് കാണാൻ പറ്റിയല്ലോ. നല്ല അസലായിരുന്നു നിത്യ. ഈ എന്താണ് ഒരു ബുള്ളറ്റ് ട്രെയിൻ പോലെ ഓടിക്കൊണ്ടിരുന്നു. അതാ മാഡം, സ്പീഡ് ഇടയ്ക്ക് കൂടിയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായി. ഇല്ല, നല്ല എന്നാലും നോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു നിത്യ. നമുക്ക് ഇതായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതാവുമ്പോ ഓരോ വേർഡ്സ് എഴുതിയാൽ മതിയല്ലോ. മതി, നമുക്ക് പോയിന്റ് സ്പോട്ട് മതിയല്ലോ.
പോയിന്റ് സ്പോട്ട് അതാ മാത്രം പറയാം. ചെയ്തേ പോയിന്റ് മാത്രം മതി. മാത്രമാകുമ്പോ എഴുതാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. ആ, വി ആർ ഏബിൾ ടു റൈറ്റ്. ഓക്കെ നന്നായിരുന്നു. താങ്ക് യു നല്ല മാം. അക്സറായിട്ട് A to Z എല്ലാം ടച്ച് ചെയ്തു. ഇനിയും വരിക. ഇനി ബാക്കി ഇനി ഉണ്ടല്ലോ, ഓക്കെ മാഡം. ഇനിയും കുറെ ഉണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ദിവസം ആവാം. ഓക്കെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. ഉണ്ട്. നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ റെഡിയാണ്, ചോദിക്കാം. ഡോക്ടറെ, ഓ ഈ സാറേ, പണ്ടൊക്കെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഇല്ല, ഫിലിം പൊട്ടുമ്പോ നമുക്കൊരു നൈരാശ്യം ഉണ്ടല്ലോ. അതുപോലെ ആയിരുന്നു ഡോക്ടർ നല്ലൊരു കഥ പറഞ്ഞോണ്ടിരുന്നപ്പോ ധനേഷ് ഡോക്ടർ കയറി കട്ട് ചെയ്യിച്ചത്. ഡോക്ടറാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. വലിയ നൈരാശ്യം തോന്നുന്നു. പിന്നെ ഞാനിപ്പോ പെട്ടെന്ന് ഒന്ന് ഓർത്തത്, നമ്മുടെ ഈ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക്, കുട്ടികൾ വരുമ്പോ അവരുടെ ലോവർ ലിംബിന് ചൊറിച്ചിലും അതുപോലെ തന്നെ കയ്യിൽ എക്സിമയല്ല, ഈ സ്കിൻ ഇങ്ങനെ ഉരിഞ്ഞു പോകുന്ന ഒരു സൈസില്. എക്സ്ഫോളിയേഷൻ. അത് തന്നെ. അതിന് നമുക്ക് ഏത് മരുന്ന് ആലോചിക്കേണ്ടത്? അത് സ്കിന്ന് എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് നമ്മൾ പലതും കൊടുത്തിട്ടുണ്ട് ഈ എക്സ്ഫോളിയേഷൻ സ്കിൻ. പക്ഷെ എനിക്ക് ഏറ്റവും ആക്ഷൻ കിട്ടുന്നത് പെട്രോളിയം. പെട്രോളിയം. സൂപ്പർ ആക്ഷൻ ആ. പെട്രോളിയം കൊടുത്തു നോക്ക്, ഉറപ്പാ കുറയും. ഏത് പൊട്ടൻസി? അതാ കൊച്ചു കുട്ടി ആയതുകൊണ്ട് സിമിലിപ്പോ ആണെങ്കിൽ 1 കൊടുത്തോ, ഇല്ലെങ്കിൽ 200 കൊടുത്തിട്ട് കാലിമൂർ 6X കൂടെ കൊടുത്താൽ മതി സാറേ. ബയോകെമിക്കോട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതെ എടുക്കാൻ അതെ പറ്റിയില്ല, അതെ. അടുത്ത ദിവസം എടുക്കാം. ആ കാലിമൂർ അപ്പൊ 6X കൂടെ കൊടുത്താൽ മതി. കാലിമർ 6X പെട്രോളിയം 200. നല്ല ആക്ഷൻ കിട്ടും. പെട്രോളിയം 200 ഓക്കെ. പൊട്ടൻസി കൊടുത്താൽ മതി. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. റിപ്പീറ്റ് നോക്കുക സാറേ, നമുക്ക് സിംറ്റം ഇമ്പ്രൂവ് കുറച്ച് കുറഞ്ഞു വീണ്ടും വരുന്നെങ്കിൽ 200 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പവർ കൂട്ടി കൊടുക്കുവോ, അല്ലെങ്കിൽ മെഡിസിൻ മാറ്റേണ്ടി വരുന്ന മാറ്റേണ്ടി. പക്ഷെ എനിക്ക് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട് എക്സ്ഫോളിയേഷൻ, അത് ഉറപ്പാണ് പെട്രോളിയം. പക്ഷെ ഞാൻ ഗ്രാഫൈറ്റിസ് ഫാറ്റി ഫ്ലാബി ലേഡി വന്നിട്ട് ഗ്രാഫൈറ്റിസ് ആ പേഷ്യന്റിന് സത്യം പറഞ്ഞ ഗ്രാഫൈറ്റിസ് കോൺസ്റ്റിറ്റ്യൂഷണലി സെയിം ആണെന്ന് തോന്നി. പക്ഷെ ഗ്രാഫൈറ്റിസിൽ ആക്ഷൻ കിട്ടുന്നില്ല, പെട്രോളിയത്തിൽ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളിലും കിട്ടും പെട്രോളിയത്തിനകത്ത് ആക്ഷൻ. താങ്ക് യു. അതെ ജയേന്ദ്ര, ഒരു നിത്യ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഓ നിത്യ, സാറേ, പറഞ്ഞോളൂ. പറഞ്ഞോ മാഡം. ഇത് ഇപ്പൊ ജയേന്ദ്രൻ ചോദിച്ചതിന് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞില്ലേ, സ്കെയിൽസ് പോലെ വരും എന്ന് പറഞ്ഞില്ലേ? അത് കുട്ടികള് അങ്ങനെ സ്കെയിൽസ് പോലെ വരുമ്പോ കുട്ടികൾ അതിനിങ്ങനെ കിള്ളിപ്പറിക്കും. ബ്ലഡ് വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചൊറിഞ്ഞ് അത് ബ്ലഡ് വരുന്നവരെയും ചൊറിയുകയും ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ ആറും ട്രൈഫില്ലോ കൽക്കേരിയ ഫ്ലോറും വളരെ ഇഫക്റ്റീവ് ആണ്. ഓറം ട്രൈഫിലോ അല്ലേ? ആറും ട്രൈഫിലും കൽക്കേരിയ ഫ്ലോറും ഇത് രണ്ടും കൂടെ കൊടുക്കണം. വളരെ ഇഫക്റ്റീവാ. പിന്നെ ഹൈഡ്രോകോട്ടയിലും നല്ലതാ. ഇങ്ങനെ വരുമ്പോ ഞാൻ എന്റെ ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പേഷ്യൻസ് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ അവർ പറയുകയാണെങ്കിൽ എനിക്ക് ഇത് രണ്ടും വളരെ എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ എക്സ്റ്റേണൽ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരുമോ? എക്സ്റ്റേണലി ഞാൻ സാധാരണ കൊടുക്കാറില്ല, പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ ശാന്തചന്ദ്രൻ ഡോക്ടറെ വിളിക്കുകയാണ് ഇതിന്റെ കൃതജ്ഞത പറയുന്നതിനും. ശാന്തയില്ലേ? വരുന്നുണ്ടേ, മിനിറ്റ് ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു ഫോണിന്റെ അടുത്തില്ലെന്ന് തോന്നുന്നു. ശാന്ത ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അൺമ്യൂട്ട് ചെയ്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഫോണിന്റെ അടുത്തായിരിക്കില്ല. അതാ സുപ്രിയ ഡോക്ടർ സുപ്രിയ സംസാരിക്കാവോ? ഔട്ട് ഓഫ് താങ്ക്സ്. ഇപ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. എല്ലാരും ഈ പറഞ്ഞ പോലെ കേട്ടിരിക്കുന്ന, അല്ലാതെ സുനിൽരാജ് ഡോക്ടർ, എനിക്ക് തോന്നുന്നു ചിലപ്പോ വേറെ തിരക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോ. സുനിൽരാജ് ഡോക്ടർ സംസാരിക്കും. നമ്മുടെ ഡോക്ടറെ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അത് എനിക്ക് യങ്സ്റ്റേഴ്സിനെ ഒരുപാട് ഉപയോഗപ്പെടും ഇത്. പക്ഷെ അവരൊക്കെ എത്ര പേര് പങ്കെടുക്കുന്നെന്ന് അറിയാൻ വയ്യ. നല്ല ഒരു പ്രസന്റേഷൻ ഒക്കെ വളരെ
നല്ല രീതി തന്നെ. ഡോക്ടർ സ്പീഡൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല. നല്ല രീതി തന്നെയാണ്. പ്രത്യേകിച്ച് ലൊക്കേഷൻ പറയുമ്പോൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് നമ്മുടെ പ്രാക്ടീസിനകത്തൊക്കെ. പെട്ടെന്ന് വരുന്ന കേസുകൾ പെട്ടെന്ന് നമുക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ആ കേസുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റും. വളരെ നല്ല ഒരു പ്രസന്റേഷൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു. IFPCന്റെ പേരിൽ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നോട് പങ്കെടുക്കുന്ന എല്ലാവർക്കും IFPCന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാളെ ഒരു വ്യത്യസ്ത വിഷയമാണ്. കാരണം IABH നടത്തുന്ന ഒരു ചർച്ചയാണ്. അത് പ്രധാനമായിട്ടും ഹിന്ദു ദിനപത്രവും ഹോമിയോപ്പതിയും എന്ന ഒരു ചർച്ചയാണ് നാളെ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും എന്താണ് ടോപ്പിക്? ഹിന്ദു പത്രവും ഹോമിയോപ്പതി. അതായത് ഈ കഴിഞ്ഞ ദിവസം അവരൊരു എഡിറ്റോറിയൽ തന്നെ എഴുതി. വാർത്തകൾ കൊടുക്കുക മാത്രമല്ല, എഡിറ്റോറിയൽ. അത് ഹോമിയോപ്പതി ടിഞ്ചേഴ്സുകളിൽ പോയിസണസ് ആണെന്നും അത് കഴിച്ച് പല ആൾക്കാരും മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വെറുതെ എക്സാജറേറ്റ് ചെയ്തൊരു എഡിറ്റോറിയൽ എഴുതി. കാരണം അവർ പണ്ട് തൊട്ടേ ലാൻസെറ്റിനെ പോലെ തന്നെ ഹോമിയോപ്പതി എതിർക്കുന്ന ഒരു കൂട്ടരാണ്. ഫണ്ടിങ് ഹോമിയോപ്പതി ഗ്രൂപ്പ് അല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മുടെ പല ചർച്ചകളിലും അവര് ഹോമിയോപ്പതിയെ ടാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവർക്കെതിരായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഒരു വിഷയം അതുകൊണ്ട് തന്നെ നമ്മളൊരു സീരിയസ് വിഷയമായിട്ട് എടുത്ത് നാളെ ഒരു ചർച്ച വെച്ചിരിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണം. കാരണം നമ്മളുടെ സിസ്റ്റം ഇങ്ങനെ വലുതാകുന്നത് കൊണ്ട് അതിനെ എങ്ങനെ ഇകഴ്ത്താവോ അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എഴുതുന്നത്. കാരണം സിസ്റ്റം വളരുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ്. ഇപ്പൊ അവർ പറയുന്നത്, അതിനകത്തൊക്കെ പറയുന്നത് കേട്ടാൽ കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ്റെയൊക്കെ ടാക്സ് ഈ ലിക്വറിന്റെ ടാക്സ് പോലെ തന്നെ ഉയർത്തണം. അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ആൾക്കാർ ലിക്കർ മേടിച്ച് കുടിച്ചോളൂ, ഹോമിയോപ്പതി കുടിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമന്റുകളാണ് എന്നെ തെറ്റിരിക്കുന്നത്. അപ്പം നമുക്ക് കുറഞ്ഞ നിരക്കിൽ ഇങ്ങനെ ഇത് കിട്ടുന്നുണ്ട്. ധാരാളം പേര് ഇത് മദ്യമായിട്ട് മേടിച്ച് കുടിക്കുന്നു എന്നാണ്. നമ്മുടെ ഹോമിയോ ഡോക്ടർമാർ ഇത് മദ്യമായിട്ട് കച്ചവടം ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള അപഖ്യാതികളാണ് അവർ പറഞ്ഞത്. എഡിറ്റോറിയലാണ്. ഡോക്ടർ അത് വായിച്ചോ? നിത്യ ഡോക്ടർ അത് വായിച്ചോ? ഇല്ല സാറേ, ഞാൻ വായിച്ചില്ല. ഏത് ദിവസം, ഏത് ഡേറ്റ് ഏതാ ധനേഷ്? മിനിഞ്ഞാന്ന് ഞാൻ അയച്ചുതരാം. നമ്മുടെ IFPC എല്ലാം അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, ആൾക്കാർ അതെന്താണെന്ന് വായിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇത് ഇന്നലെ. പിന്നെ വേറൊരു കാര്യം, നമ്മളത് മലയാളത്തിലാണെങ്കിലാണ് കൂടുതൽ പേരുടെ മനസ്സിലെത്തി. അപ്പൊ ഇനി അതിപ്പോ മലയാളത്തിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൾക്കാരത് വേണ്ടതെന്ന് പ്രചരിപ്പിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഒന്ന് രണ്ട് പേര് അതിനെതിരായിട്ട് ലെറ്റർ അയച്ചായിരുന്നു. നമ്മളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മള് ഇപ്പൊ സാറേ, എന്തോ പോയിസൺ, ടിഞ്ചർ ആണോ പോയിസൺ എന്ന് പറയുന്നത്? നമ്മുടെ ഹോമിയോപ്പതി തന്നെ ഗുണമില്ലാത്ത സിസ്റ്റമാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ടിഞ്ചർ ഉപയോഗിക്കുന്ന വഴി ഈ ടിഞ്ചർ നമ്മുടെ ഡോക്ടർമാര് കച്ചവടമാക്കിക്കൊണ്ട് അതിങ്ങനെ സെയിൽ ചെയ്തിട്ട് ആൾക്കാർ അത് വാങ്ങി കുടിച്ചിട്ട് മരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഗുജറാത്തിലും പിന്നെ ബീഹാറിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നു. അവിടെ കുറേയൊക്കെ ആൾക്കാര് അവിടെ അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് പല ആൾക്കാരും ഇതിങ്ങനെ ഈ നമ്മുടെ ഹോമിയോപ്പതി മരുന്നിന്റെ പേരിൽ ലിക്വർ ഇറക്കിയിട്ട് അത് കച്ചവടം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറെയൊക്കെ ഇങ്ങനെ അത് നമ്മളുടെ കുഴപ്പമല്ലല്ലോ, ഹോമിയോപ്പതി ഡോക്ടർമാരുടെ കുഴപ്പമല്ലല്ലോ, അത് സംവിധാനത്തിന്റെ കുഴപ്പമല്ലേ. അപ്പൊ അതുകൊണ്ട് ഹോമിയോപ്പതി മോശമാണെന്നും ഹോമിയോപ്പതി ടിഞ്ചേഴ്സ് ആരും കഴിക്കരുത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി അഥവാ കഴിക്കണമെന്നുള്ളവര് ഈ പറഞ്ഞ വിദേശ മദ്യത്തിന്റെ ടാക്സിൽ ഹോമിയോ മരുന്ന് മേടിച്ച് കഴിച്ചാൽ മതിയെന്ന്. അതായത് നമ്മുടെ മരുന്നിന്റെ വിലയൊക്കെ ഒത്തിരി കൂട്ടി ആൾക്കാരെ നമ്മളിൽ നിന്ന് അകറ്റുക. ഇതാണ് അവരുടെ ടാർഗറ്റ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദമായ ചർച്ച വേണ്ടി വരും. ഇത് 10 പേര് അറിയണം, കേൾക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സും ഒക്കെ നമ്മൾ എഴുതിയിട്ടാൽ ഇവര് പബ്ലിഷ് ചെയ്യില്ല. അപ്പൊ അതൊരു നല്ല രീതിയല്ലല്ലോ. നേരെ മറിച്ച് ചർച്ച എന്ന് പറയുമ്പോൾ 2-3 എല്ലാ വിഭാഗത്തിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. കോവിഡ് കാലത്ത് നമ്മളത് കണ്ടതാണ്. കോവിഡ് കാലത്ത് മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടത്തുമ്പോൾ നമ്മളെ ഒഴിവാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ അങ്ങനെ ഒരു ചർച്ചയാണ്. എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും അഭ്യർത്ഥനയോട് കൂടി നിത്യ ഡോക്ടർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലും നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.